നമസ്കാരം. ഭരണഘടനാ വിരുദ്ധമെന്നും മുസ്ലിം വിരുദ്ധമെന്നും വിശേഷിപ്പിക്കപ്പെട്ട വഖഫ് ഭേദഗതി ബിൽ സംയുക്ത സഭാ സമിതിക്ക് വിട്ടു. ഭരണഘടനയെയും ഫെഡറൽ തത്വങ്ങളെയും വെല്ലുവിളിച്ച് മതപരമായ വിവേചനം കാണിക്കുകയാണ് സർക്കാരെന്ന് ഇന്ത്യ സഖ്യം ഒന്നാകെ ബിൽ അവതരണത്തിന് മുൻപുള്ള ചർച്ചയിൽ പറഞ്ഞു. അയോധ്യയും ഗുരുവായൂരും അടക്കമുള്ള ഹിന്ദു സ്ഥാപനങ്ങളിൽ ഇതര മതസ്ഥരെ ഭരണത്തിന് നിയോഗിക്കുമോ എന്ന് KC വേണുഗോപാൽ ചോദിച്ചു. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദമാണ് പ്രതിപക്ഷത്തെ നയിക്കുന്നതെന്നും ബില്ല് കൊണ്ടുവന്നതിനെ അഭിനന്ദിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. സ്വത്ത് പിടിക്കാനോ? വഖഫ് ബില്ലിന്റെ ലക്ഷ്യമെന്ത്? മുസ്ലിം മതസ്വത്തിലേക്കുള്ള കടന്നുകയറ്റമോ? നിയമം ഭരണഘടനാ വിരുദ്ധമോ? ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുസ്ലിം ലീഗ്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM, ശ്രീ യുവരാജ് ഗോകുൽ BJP എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇന്നിപ്പോൾ ഈ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് JPCക്ക് വിട്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ എല്ലാവരും വളരെ ശക്തമായ ഒബ്ജക്ഷൻ, ആർട്ടിക്കിൾ 25-ന്റെയും 26-ന്റെയും ലംഘനമടക്കം ചൂണ്ടിക്കാണിച്ച് വളരെ ശക്തമായ നിലപാട് സഭയിൽ സ്വീകരിക്കുകയുണ്ടായി. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്താണ്? ഈ വഖഫ് ആക്ട് 1995 ഉണ്ടാക്കുമ്പോൾ അതിനുശേഷം 2013 വഖഫ് ആക്ട് കോംപ്രിഹെൻസീവായി അമെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിസ് HR കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടൊക്കെയാണ്. അതിൻ്റെ ലക്ഷ്യം വഖഫുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതായിരുന്നു. വഖഫ് സ്വത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, വഖഫിൻ്റെ കൺട്രോൾ പ്രോപ്പറായിട്ട് നടത്തുന്ന ഉറപ്പുവരുത്തുക എന്നതൊക്കെയായിരുന്നു. ഇവിടെ പിന്നെ വഖഫ് ചെയ്യുന്നത് എന്തൊക്കെ വഖഫായി മാറുമെന്ന് പറയുമ്പോൾ വളരെ വളരെ സീരിയസ് ആയി ഒരാൾ അത് ഡെഡിക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വഖഫായി മാറുന്ന തരത്തിലുള്ള പ്രൊവിഷൻസാണ് അതിനകത്ത് ആഡ് ചെയ്തത്. ഈ ഡെഡിക്കേഷൻ എന്ന് പറയുന്നാൽ ഒരു മെൻ്റലി ഒരു വ്യക്തിക്ക് ഒരു സ്വത്ത് ദൈവികമായി സമർപ്പിക്കാൻ തീരുമാനിച്ചാൽ അതെനിക്ക് ക്ഷേത്രത്തിലൂടെ സമർപ്പിക്കാം, ചർച്ചിന് സമർപ്പിക്കാം, അത് മോസ്കിന് വേണ്ടി സമർപ്പിക്കാം. ആ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ചിന്തയാണ്. അതിൻ്റെ ആ ദൈവികത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാൻ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും അത് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ 2013 അമെൻമെൻറ്റ് കൊണ്ടത്. ഇപ്പോൾ ചെയ്തിരിക്കുന്ന ജോലി എന്താണെന്ന് ചോദിച്ചാൽ വഖഫ് ആക്ട് 1995 പേരങ്ങ് മാറ്റി. യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ എംപവർമെൻറ്റ് എഫിഷ്യൻസി ഡെവലപ്മെൻറ്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നല്ല സുഖമുള്ള വാക്കാണ്. അന്ന് ആ ആക്ടിൻ്റെ പേര് മാറ്റുകയാണ്. യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് 1995 എന്നൊരു പേരങ്ങോട്ട് ഇട്ടിട്ട് ആ പേരിങ്ങനെ മുകളിലോട്ട് വെച്ചതിന് ശേഷം അകത്ത് ചെയ്തിരിക്കുന്ന പണി എന്താണെന്നറിയാമോ? എന്തൊക്കെ വഖഫ് ആവില്ല എന്നങ്ങ് തീരുമാനിച്ചു. വഖഫ് ചെയ്യുന്ന ഒരാൾ 5 കൊല്ലം പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണമെന്ന് നിർബന്ധമാണ്. ഒരാൾ വഖഫ് ചെയ്താൽ അയാൾ പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം 5 വർഷം. മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ഒരു സ്ഥാപനത്തിലേക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. മുസ്ലിമുകളായ എത്രയോ ആളുകൾ ക്ഷേത്രങ്ങൾക്ക് സ്ഥലം കൊടുത്തിരിക്കുന്നു, അതുപോലെ തന്നെ ഹിന്ദുക്കളായ എത്രയോ ആളുകൾ പള്ളികൾക്ക് സ്ഥലം കൊടുത്തിരിക്കുന്നു. അതിനൊക്കെ വഖഫിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞു മുസ്ലിമായ പോരാ 5 കൊല്ലം പ്രാക്ടീസിങ് മുസ്ലിം. ആരപ്പോൾ തീരുമാനിക്കുന്ന ഇയാൾ പ്രാക്ടീസിങ് മുസ്ലിം ആണോ അല്ലയോ എന്ന്? ഇത് വഖഫ് അല്ല എന്ന് ഡിക്ലെയർ ചെയ്യാൻ ഹി വാസ് നോട്ട് എ പ്രാക്ടീസിങ് മുസ്ലിം ഡ്യൂറിങ് ദാറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ പോരെ? അപ്പോൾ അത്രത്തോളം വഖഫ് പ്രോപ്പർട്ടിയെ മേൽ കടന്നു കയറേണ്ട പ്രൊവിഷൻ അവിടെ മുതൽ തുടങ്ങിയിട്ട് കളക്ടർക്ക് അധികാരം കൊടുത്തിരിക്കുക. ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ഡെഫിനിഷനും കൊണ്ടുവന്നു. എന്നിട്ട് എല്ലാം ഗവൺമെൻറ്റിന് കൺട്രോളിലെ എല്ലാം ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. എന്നിട്ട് ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് അടുത്തത് ഗവൺമെൻറ് പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി എല്ലാം ഗവൺമെൻറ് പ്രോപ്പർട്ടി. എന്നിട്ട് ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെന്ന് ഡിസ്പ്യൂട്ട് ആരെങ്കിലും റേസ് ചെയ്താൽ അപ്പോൾ തന്നെ കളക്ടർ കൂടെ ഈ വഖഫ് ഇരിക്കുന്ന സ്ഥലം ഏതെങ്കിലും പള്ളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലം ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെന്ന് ആരെങ്കിലും ഡിസ്പ്യൂട്ട് ചെയ്താൽ അപ്പോൾ തന്നെ അത് കളക്ടർക്ക് എൻക്വയറിക്ക് വിടും. കളക്ടറുടെ എൻക്വയറി കഴിയുന്നത് വരെ ഇത് വഖഫ് അല്ലാതെയായി കണക്കാക്കണം. അമെൻമെൻ്റാണ്. എന്നിട്ട് ഈ വഖഫ് ബോർഡിൻ്റെയും വഖഫ് കൗൺസിലിൻ്റെയും ഒക്കെ മാനേജ്മെൻറ്റിലേക്ക് അവർ റിസർവേഷൻ കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭരണം കൈകാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ആർട്ടിക്കിൾ 25 വിരുദ്ധമായി ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. അവിടുത്തെ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ കൈകടത്താൻ പാടില്ല. അതാണല്ലോ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അവരുടെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഉറപ്പാക്കുക വേണ്ടത്. അവിടെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് നിങ്ങളൊരു അസ്യൂം എ സിറ്റുവേഷൻ. ഈ നിയമത്തിലൂടെ ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഈ നിയമത്തിലൂടെ 2 ആളുകൾ നിർബന്ധമായും നോൺ മുസ്ലിം ആയിരിക്കണമെന്ന് എഴുതി ചേർത്തിരിക്കുകയാണ്. ഈ ആക്ട് ചലഞ്ച് ചെയ്തിരിക്കട്ടെ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ 2 പേര് നോൺ മുസ്ലിം ആണ് ആക്കുന്നതിൽ
തെറ്റില്ല, അതൊരു സെക്കുലർ കാര്യത്തിൽ ആവശ്യമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയാൽ നാളെ ഇതേ ആവശ്യം ദേവസ്വം ബോർഡിൽ വെക്കൂലേ, മറ്റ് സ്ഥാപനങ്ങൾ വെക്കൂലേ? സെക്കുലർ ആക്ഷനാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു പോയില്ലേ? നല്ലതാണോ അത്? അത് നല്ലതല്ല. കാരണം അത്തരം കൈകടത്തുകൾ നാളെ തർക്കങ്ങളും സ്പർദ്ധകളും ക്രിയേറ്റ് ചെയ്യപ്പെടാം. ആർട്ടിക്കിൾ 25ന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ലോജിക്കിനൊക്കെ അപ്പുറത്തു നിന്നുള്ള പ്രൊട്ടക്ഷനാണ്. ആ പ്രൊട്ടക്ഷനെ എടുത്തു കളയുക എന്ന ജോലി, കാരണം ഇത് അവർ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം വേറെയാണ്. സ്പർദ്ധ ഉണ്ടാക്കാനും ഡിവിഷൻ ഉണ്ടാക്കുവാനാണ് ചെയ്യുന്നത്. പക്ഷെ ചെയ്യുന്ന ജോലി രാജ്യത്തുണ്ടാക്കുന്ന അപകടം എത്രയാണ്, എല്ലാ മതങ്ങൾക്കും ഉണ്ടാക്കുന്ന അപകടം എത്രയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതാണ് അതിന്റെ അടിസ്ഥാന പ്രശ്നം. തീർച്ചയായും അതാണ് മുസ്ലിം ലീഗ് അടിസ്ഥാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. യുവരാജ് ഗോകുൽ എന്റെ കയ്യിലിരിക്കുന്നത് നോക്കൂ, ദാ ഇന്ത്യൻ ഭരണഘടനയാണ്. ഈ ഭരണഘടന ഇങ്ങനെ തുടർന്നാൽ നമുക്ക് അതിനകത്ത് ആർട്ടിക്കിൾ 26 കാണാൻ കഴിയും. ആർട്ടിക്കിൾ 26 ഇങ്ങനെയാണ് പറയുന്നത്: ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് subject to public order, morality and health. Every religious domination or any section thereof shall have the right: A, to establish and maintain institutions for religious and charitable purposes; B, to manage its own affairs in matters of religion; C, to own and acquire movable and immovable property; and D, to administer such property in accordance with law. അതായത് ഈ രാജ്യത്ത് മതസ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള മൗലികാവകാശം ഉണ്ട് എന്നിരിക്കെ മുസ്ലിം മതവിഭാഗത്തിന്റെ അത്തരം ഒരു അവകാശത്തിന്റെ മുകളിൽ സർക്കാർ കടന്നു കയറേണ്ട എന്താവശ്യമുണ്ട്? അഭിലാഷ, കേൾക്കാനൊക്കെ വളരെ രസമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് വളരെ ആർട്ടിക്കിൾ 15 പ്രകാരം നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. പക്ഷേ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് വരെ ഉള്ളൂ. എൻ്റെ മേലേക്ക് കുതിര കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കോ, നിങ്ങളുടെ മേലേക്ക് കുതിര കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കോ ഇല്ല. കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു, അതിനകത്ത് എനിക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവുന്നില്ല എന്നുള്ളൂ. ആ ഒരു ഗ്രാമം പരിപൂർണമായിട്ടും വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അയക്കപ്പെടുകയുണ്ടായി. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ എത്രയോ തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാർ, 2-3 തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാർ അപ്പം തന്നെ അവിടെ ഉണ്ട്. അവർക്ക് വില്ലേജ് ഓഫീസിൽ പോയിട്ട് അവരുടെ ഒരു വസ്തു ക്രയവിക്രയം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ഗ്രാമത്തിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ ഇന്നും പറയാൻ തയ്യാറാവും. 1000 വർഷത്തിന് മുകളിലായിട്ട് അവിടെ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിനകത്ത് ആ ക്ഷേത്രം എപ്പോഴാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന്, ചോള രാജാക്കന്മാരുടെ കാലഘട്ടം മുതൽ പണിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് പറയുകയാണ് ഈ ഗ്രാമം പരിപൂർണമായിട്ട് ഞങ്ങളുടേതാണെന്ന്. ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് കോടതിയിൽ പോകാൻ അവകാശമില്ല, വില്ലേജ് ഓഫീസിൽ പോകാൻ അവകാശമില്ല, എങ്ങും പോകാൻ അവകാശമില്ല. ഞാൻ ഇന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് എൻ്റേതാണ് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വഖഫ് ബോർഡിൻ്റെ മുമ്പിലേക്ക് പോകണം. വഖഫ് ബോർഡിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ചെലവിൽ ഞാൻ അവിടെ പോയിട്ട് പ്രൂവ് ചെയ്യണം ഇത് വഖഫിൻ്റെ പ്രോപ്പർട്ടി അല്ലാന്ന്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വഖഫിൻ്റെ പ്രോപ്പർട്ടി ആകുന്ന എന്താണ്, അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഷുഗർ കോട്ട് ചെയ്തൊക്കെ പറഞ്ഞു, ഒരാളുടെ ചിന്തയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ചിന്തയാണ് എന്ന് പറയുന്നത് തന്നെയാണ് പ്രശ്നം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഓറലി അങ്ങ് പറഞ്ഞു എന്നങ്ങ് സ്ഥാപിച്ചാൽ മതി. അതായത് ഇപ്പോൾ അഭിലാഷ് പറയുകയാണ്, എന്താണ് അഭിലാഷ് പറഞ്ഞു എന്ന് അഭിലാഷിൻ്റെ ഒരു പേരക്കുട്ടിയോട് പോയിട്ട് പറയാണ്, അഭിലാഷ് അന്ന് പറഞ്ഞിരുന്നു എന്താണ്, ഈ പ്രോപ്പർട്ടി വഖഫിന് തരാമെന്ന് പറഞ്ഞിരുന്നു. രേഖ വേണ്ട, ഡീഡ് വേണ്ട, ഒന്നും വേണ്ട, നിങ്ങളുടെ ചിന്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി. വളരെ നല്ല ഒരു നിയമമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ പറയുന്ന അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്യാൻ നിയമനിർമ്മാണം നടത്താം. പക്ഷെ ഇവിടെ നോക്കൂ, ഈ നിയമത്തിലെ തന്നെ പ്രൊവിഷൻ ഒന്ന് നോക്കൂ. ഇപ്പോൾ സെൻട്രൽ വഖഫ് കൗൺസിലിൽ മുസ്ലിം ഇതരരായ അംഗങ്ങൾ എന്തിനാണ്? ദേവസ്വം ബോർഡിൽ ഹിന്ദു ഇതര അംഗങ്ങൾ ഉണ്ടോ? പാരിഷ് കൗൺസിലിൽ ക്രിസ്ത്യൻ ഇതര അംഗങ്ങൾ ഉണ്ടോ? ഗുരുദ്വാര നടത്തുന്ന കമ്മിറ്റിയിൽ സിഖ് ഇതരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സംസ്ഥാന വഖഫ് ബോർഡുകളിൽ എന്തിനാണ് മുസ്ലിം ഇതര അംഗങ്ങൾ? എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു വിഷയത്തിനകത്ത് ഇപ്പോൾ പാളയം പള്ളി ഇരിക്കുന്ന സ്ഥലം ഗവൺമെന്റ് സ്ഥലമാണ് എന്ന് യുവരാജ് ഗോകുലിന് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട് എന്ന് വെക്കുക. അങ്ങനെ പറഞ്ഞാൽ അതിൽ തീരുമാനം എടുക്കേണ്ട ആൾ കളക്ടറാണ് എന്ന് വരികയാണ്. കളക്ടർ ആ തീരുമാനം എടുക്കുന്നത് വരെ, യുവരാജ് ആ ഡിസ്പ്യൂട്ട് ഉന്നയിച്ച സമയം മുതൽ കളക്ടർ ആ തീരുമാനം എടുക്കുന്നത് വരെ ഈ പാളയം പള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസ്ജിദ് അത് വഖഫ് പ്രോപ്പർട്ടി അല്ലാതാവുകയാണ്. ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുക? എനിക്ക് മനസ്സിലായില്ല. ഞാൻ നാളെ രാവിലെ പോയിട്ട് ഒരു രേഖ ഹാജരാക്കാണ്ട് ഇതെന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് പ്രോപ്പർട്ടിയാണ്? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാനെന്നല്ല അഭിലാഷ്, ഇത് വളച്ചൊടിച്ച് അവതരിപ്പിക്കരുത്. അങ്ങനെയൊന്നും അല്ല.
വഖഫ് ഏത് ഞാൻ property കംപ്ലീറ്റ് സംബന്ധിച്ചും ഒരു തർക്കം ഉണ്ടാക്കാലോ നമുക്ക്. ഇതിൽ കളക്ടർ റവന്യൂ രേഖകൾ, അല്ല ഞാൻ പറയുന്നത് കളക്ടർ റവന്യൂ രേഖകൾ നോക്കി ഇത് പള്ളിയുടെ പ്രോപ്പർട്ടി ആണെന്ന് കണ്ടെത്തി സെറ്റിൽ ആവും. പക്ഷെ ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നത് വരെ, ആ നിമിഷം വരെയും അത് വഖഫ് പ്രോപ്പർട്ടി അല്ലായിരിക്കും, അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടി എന്ന സ്റ്റാറ്റസ് ആ പ്രോപ്പർട്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് നിയമം. അഭിലാഷെ, പ്രോപ്പറായിട്ടുള്ള രേഖകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കളക്ടർക്ക് ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി 5-10 മിനിറ്റ് മാത്രം മതി. ഇത് എന്താണ്, ഒരു ചിന്തയിൽ നിന്നുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം നേരത്തെ മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു രേഖകൾ, ഇപ്പൊ പാളയം മസ്ജിദിന്റെ കാര്യം അങ്ങ് പറഞ്ഞു, തൊട്ടടുത്തിരിക്കുന്ന അമ്പലം നാളെ ഈ മസ്ജിദ് പറയുകയാണ്, അല്ലെങ്കിൽ വഖഫ് ബോർഡ്, മസ്ജിദിന്റെ അല്ല വഖഫ് ബോർഡ് പറയുകയാണ് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അത് അമ്പലത്തിൻ്റെതല്ലാണ്ടായിട്ട് മാറിയെന്നേ, അത് ദേവസ്വം ബോർഡിൻ്റെ അല്ലാണ്ടായിട്ട് മാറി. നേരെ മറിച്ച് അമ്പലം പറയണത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. കൂടിപ്പോയാൽ നമുക്ക് കളക്ടർ അടുത്ത് പോവാം, അതിൻ്റെ അപ്പുറത്ത് കോടതിയിൽ പോവാം, വ്യവഹാരങ്ങളിലേക്ക് പോകാം, എല്ലാം പോകാം. വഖഫ് ബോർഡ് പറയണം ഈ അമ്പലം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ കോടതിയിൽ പോകണ്ട, കളക്ടറുടെ അടുത്ത് പോകണ്ട, ആരുടെ അടുത്തും പോകണ്ട. വഖഫ് ബോർഡിൻ്റെ അടുത്ത് പോയിട്ട് ഈ പറയുന്ന അമ്പല കമ്മിറ്റിക്കാരിരിക്കണത് ഞങ്ങളുടേതാണ് കേട്ടോ, നിങ്ങളുടേതല്ല കേട്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഖഫിന്റെ നിയമങ്ങളിൽ വഖഫ് ചെയ്യാം എന്നൊക്കെ പറയുന്നതിന്റെ നിയമങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാലങ്ങളായിട്ട് റിലീജിയസ് പ്രാക്ടീസ് അനുവദിച്ചു വരുന്ന സ്ഥലങ്ങളെയൊക്കെയും വഖഫ് ബോർഡിന് കയറിയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്. നാളെ പുത്തരിക്കണ്ട മൈതാനത്ത് എത്രയോ വർഷങ്ങളായിട്ട് ഈദ്ഗാഹ് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പം ഞങ്ങളുടെ റിലീജിയസ് ആക്ടിവിറ്റി അവിടെ നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പുത്തരിക്കണ്ട മൈതാനം ഞങ്ങളുടേതാണെന്ന് അവർ ക്ലെയിം ചെയ്താൽ എന്ത് ചെയ്യും? അങ്ങനെ ഇതുവരെ നമാസ് നടന്നിട്ടുള്ള എത്ര മൈതാനങ്ങൾ ഇത്തരത്തിൽ വഖഫ് പ്രോപ്പർട്ടി ആയിട്ടുണ്ട് കേൾക്കട്ടെ. ഞാനൊന്ന് ചോദിക്കട്ടെ, ദ്വാരകയില് 2 ഐലൻഡ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണെന്ന് തോന്നുന്നു മുനിസിപ്പൽ കോർപ്പറേഷൻ ഇരിക്കുന്ന ബിൽഡിംഗ്, മെയിൻ ബിൽഡിംഗ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്രയോ ക്ലെയിം നടന്നിരിക്കുന്നു. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. തിരൂരിനടുത്തിട്ടുള്ള അറയ്ക്കൽ ഭഗവതി ക്ഷേത്രം, അറയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിന് ഒരു ദിവസം അങ്ങ് നോട്ടീസ് വരികയാണ് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട്. 2013 മുൻപ് നോട്ടീസ് കിട്ടിയത് കൊണ്ട് മാത്രം അതിന്ന് കോടതിയിൽ നിൽക്കുകയാണ്. 2013 ശേഷമാണ് ആ നോട്ടീസ് വന്നിരിക്കുന്നത്. 2013 കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഈ പറയുന്ന അമെന്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഒരു 2013 ശേഷമാണ് ആ നോട്ടീസ് വന്നിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, അവർക്ക് ഈ പറയുന്ന പോലെ വഖഫിന്റെ അടുത്ത് പോയിരിക്കേണ്ടി വന്നേനെ. ഇപ്പൊ ഞാൻ അഭിലാഷ് ചോദിച്ചല്ലോ എവിടെയാണ് ക്ലെയിം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചല്ലോ. അഭിലാഷ് ഞാൻ വളരെ കൃത്യമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു തന്നു. തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂർ ഒരു ഗ്രാമം മുഴുവനായിട്ട് ഞങ്ങളുടെ ക്ഷേത്രം ഉൾപ്പെടെ. കിരൺ റിജിജു ഇന്ന് പാർലമെന്റിലും പറഞ്ഞു, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ശ്രീ അരുൺകുമാർ, എംപവർമെന്റിന് വേണ്ടിയിട്ടാണ് ഈ നിയമനിർമ്മാണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാദഗതി. ഇപ്പൊ മുസ്ലിം മതവിഭാഗത്തിലെ വനിതകൾ ഇനി വഖഫുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ നിർബന്ധമായും അവരുണ്ടാകണം. അത് സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. സച്ചാർ കമ്മിറ്റിയുടെ ആ ശുപാർശ ഒപ്പം രജീന്ദ്ര സച്ചാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ വഖഫിന്റെ മാനേജ്മെന്റ് ഒട്ടും ശരിയല്ല. ശരിയായി മാനേജ് ചെയ്താൽ 1200 കോടിയെങ്കിലും പ്രതിവർഷം വരുമാനം ഉണ്ടാക്കേണ്ട ഇടത്ത് ഇപ്പോൾ വളരെ ചെറിയ തുക മാത്രമേ വരുമാനമായി വരുന്നുള്ളൂ. അപ്പോൾ വഖഫ് മാനേജ്മെന്റ് ശരിയാക്കണം. അപ്പോൾ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് വനിതകളുടെ മാത്രമല്ല, പിന്നാക്ക മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്ന പസ്മാന്ത മുസ്ലിം, അഹമ്മദിയ വിഭാഗങ്ങൾ തുടങ്ങിയ എല്ലാ വിഭാഗം ആളുകളെയും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണം എന്നുള്ളതാണ് കിരൺ റിജിജു ഇന്ന് വിശദീകരിച്ചത്. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ പാർലമെന്റിന്റെ നിയമം കൊണ്ടുവരാം. ഭൂരിപക്ഷം അനുസരിച്ച് ഭൂരിപക്ഷം വഹിക്കുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷം നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് നിയമം കൊണ്ടുവരാം. പക്ഷെ ആ നിയമം ഭരണഘടനാപരമായിരിക്കണം. ഏത് നിയമനിർമ്മാണവും ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അതിന് ഒരു പേപ്പർ വാല്യൂ പോലും ഇല്ല, ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ഭരണഘടനാ വിരുദ്ധമായി എത്ര നിയമനിർമ്മാണമാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിയത്? അവസാനം അത് നടപ്പാക്കാൻ കഴിയാതെ വന്ന് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ കാശ്മീരിനെ കീറി മുറിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 വിരുദ്ധമായി സംസ്ഥാനങ്ങളെ പൂർണ്ണമായി കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാൻ പാടില്ല എന്ന ഭരണഘടനാ തത്വങ്ങൾ, നിയമങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ് അതിന് വിരുദ്ധമായി നിയമനിർമ്മാണം നടപ്പാക്കിയത്. അതൊരു പോളിസി ഡിസിഷനാണ്, തൽക്കാലം ഞങ്ങൾക്ക് അടക്കുന്നില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞാലും നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ അങ്ങ് ഇവിടെ വായിച്ചു ആർട്ടിക്കിൾ 26, ആർട്ടിക്കിൾ 25, 26, 29, 30 എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ പാർലമെന്റ് പാസാക്കി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്ന ഈ ബില്ല് എത്രയധികം ഭരണഘടനാപരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങിപ്പോ സബ് ക്ലോസ് വായിച്ചു 26B, ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫയേഴ്സ് ഇൻ ദ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ. അതുപോലെ ടു ഓൺ ആൻഡ് അക്വയർ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതുപോലെ 26D, ടു അഡ്മിനിസ്റ്റർ സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ. ഇത് ഭരണഘടനയിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുകയല്ലേ.
ഇത്തരം ഒരു സാഹചര്യത്തിൽ വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും സുതാര്യതക്കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താം. പക്ഷേ ഒരു മതപരമായി അധികാരമുള്ള മൈനോറിറ്റിയുടെ റൈറ്റിൽ കയറി മറ്റു മതത്തിൽപ്പെട്ടവരെ പോലും അതിലേക്ക് ഉൾപ്പെടുത്തണം എന്ന രൂപത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ആ നിയമനിർമ്മാണം ഇവിടെ കൂടുതൽ സംഘർഷമുണ്ടാക്കാനും മതപരമായിട്ടുള്ള വൈര്യം കൂടുതൽ ഈ രാജ്യത്ത് ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. BJPക്ക് ഒരു തന്ത്രമുണ്ട്, അത് മതപരമായി ഏകീകരിക്കുക, ജാതീയപരമായിട്ട് അങ്ങ് വിഭജിക്കുക. അങ്ങനെ വിഭജിച്ച് പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ വലിയ സാഹചര്യങ്ങളൊന്നും മതപരമായി വിഭജിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്തില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ പ്രശ്നമില്ലാതെ പോവുകയാണ്. അപ്പോൾ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരണം, ആ വിഷയത്തിലേക്ക് മുഴുവൻ ചർച്ചകളും കൊണ്ടുവരണം. അങ്ങനെ ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഇടപെടലായി തന്നെ വേണം ഇതിനെ കാണാൻ. ഇപ്പോ പ്രതിപക്ഷം ഇത്ര ശക്തമായതുകൊണ്ടല്ലേ ഇന്ന് അത് പാസ്സാക്കപ്പെടാത്തത്? അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് ഒരു കഷ്ണം പേപ്പർ എടുത്ത് ഒറ്റ വരി വായിച്ചുകൊണ്ട് കാശ്മീരിന്റെ വിശേഷാധികാരം എടുത്തു കളഞ്ഞ പാർട്ടിയാണ്. അതുപോലെ കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമം ഇപ്പൊ പറഞ്ഞല്ലോ, നിയമത്തിന്റെ പേര് കേട്ടാൽ വളരെ മനോഹാരിതയാണ്. കാർഷിക പരിഷ്കരണ നിയമം കൊണ്ടുവന്നപ്പോഴും എത്ര മനോഹരമായ പേരായിരുന്നു. പക്ഷേ കർഷകരുടെ ചതിക്കുഴി ഒരുക്കിയ നിയമമാണെന്ന് പിന്നെ നമുക്ക് മനസ്സിലായി. ഇപ്പോഴും പേര് കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ്. കാർഷിക നിയമം ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞോ? ലേബർ കോഡ് ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞോ? ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കേണ്ടി വന്നില്ലേ? അത്തരത്തിൽ ജനങ്ങൾ അതിശക്തമായി തന്നെ ഇടപെടുന്ന സാഹചര്യം വരും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റു മതങ്ങളുടെ അഡ്മിനിസ്ട്രേഷനിലും മറ്റു മതത്തിൽപ്പെട്ടവർ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം വരെ ശക്തിപ്പെടുമ്പോൾ ഇപ്പോഴുള്ള ഒരു സംരക്ഷിത കവചം തന്നെ തകർക്കപ്പെടുന്ന സാഹചര്യം വരും. അത്തരത്തിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം നടപ്പാക്കാനാണ് ഇവിടെ NDA ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. പ്രതിപക്ഷം ശക്തമാണ് എന്നതുകൊണ്ട് മാത്രം ഇന്നത് പാസ്സാക്കിയില്ല, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു. അങ്ങനെ വിട്ടാലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അന്തിമമല്ല, ഇവർക്ക് ഭൂരിപക്ഷം വെച്ചുകൊണ്ട് അത് തള്ളിക്കളയാം. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ, പൊതു ചർച്ച, ഇതുമായി ബാധിക്കുന്ന വിഭാഗങ്ങളുടെ എല്ലാം ഒരു കൂട്ടായിട്ടുള്ള ഇടപെടലും ചർച്ചയും ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരണം. ശ്രീ മുഹമ്മദ് ഷാ, ഇവിടെ ശ്രീ യുവരാജ് ഉന്നയിച്ച ആദ്യത്തെ പോയിന്റ് നമുക്ക് ചർച്ചയ്ക്കെടുക്കാം. നേരത്തെ പറഞ്ഞ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം വഖഫ് ലാൻഡായി പ്രഖ്യാപിച്ചത്, നേരത്തെ യുവരാജ് പറഞ്ഞതുപോലെ അഹമ്മദാബാദിലല്ല, സൂറത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഒരു ബിൽഡിംഗ് ആകെ വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചത് ഇന്ന് കിരൺ റിജിജു തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കർണാടകയിൽ 29,000 ഏക്കർ വകമാറ്റി എന്നുള്ളതാണ് വഖഫ് ഭൂമിയായിരുന്നത്, വകമാറ്റി എന്നുള്ളതാണ് പരാതി. വഖഫ് സ്വത്ത് സംബന്ധിച്ച പരാതികൾ, കേസുകൾ കുന്നുകൂടുന്നതിനെ കുറിച്ചും മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ വഖഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റ് വലിയ തോതിൽ കേസുകളും വിവാദങ്ങളും ആവുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളമായിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ അനോമലീസ് ഒക്കെ പരിഹരിക്കാനുള്ള ഒരു നിയമനിർമ്മാണമല്ല, നിയമ ഭേദഗതി എന്നുള്ള നിലയിൽ ഇതിനെ കാണാൻ തയ്യാറുണ്ടോ? ഞാൻ ഗോകുല കിരൺ റിജിജു ഒക്കെ പഴയ ആക്ട് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വഖഫ് ബോർഡിൽ ഒരു വഖഫ് ഭൂമിയാണ് എന്ന് തീരുമാനം ബോർഡ് എടുത്താൽ അതിന് ഫൈനാലിറ്റി ഇല്ല. വഖഫ് ബോർഡ് പല ഓർഡറുകളും ഇത് വഖഫ് ഭൂമി അല്ല, വഖഫ് അല്ല എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഓർഡേഴ്സ് പാസ്സാക്കാറുണ്ട്. അതിൻ്റെ മേൽ ട്രിബ്യൂണലുണ്ട്, അതിൻ്റെ മേൽ ഹൈക്കോടതിയിൽ CRP ഉണ്ട്, അതിൻ്റെ കൂടെ SLP ഉണ്ട് സുപ്രീം കോർട്ടിൽ. ഏതൊരു ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള തർക്കം, ഇപ്പോൾ എൻ്റെ ഭൂമിയിൽ എനിക്ക് ഉടമസ്ഥയുടെ ഒരു ഭൂമിയിൽ ഒരു മുസ്ലിം പള്ളിയോ ഒരു ചർച്ചോ അല്ലെങ്കിൽ ഒരു അമ്പലമോ വെച്ചാൽ ആ ഭൂമി എൻ്റേതാണെന്ന് കാണിച്ച് എനിക്ക് എങ്ങനെ കോടതി പോകാമോ അങ്ങനെ തന്നെ കോടതി പോകാം. വഖഫ് ഭൂമിയാണെന്ന് ഒരാൾ ക്ലെയിം ചെയ്താൽ അതിനുള്ള പ്രൊവിഷൻ സെക്ഷൻ 40 ട്രൈബ്യൂണലിൽ പോകാനുള്ള പ്രൊവിഷനുണ്ട്, CRP കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. അങ്ങനെ എത്രയോ കേസുകൾ രാജ്യത്ത് നടന്നിട്ട് എത്രയൊക്കെ വഖഫ് ഭൂമി അല്ല എന്ന് കണ്ടെത്തുന്നു, ഏതൊക്കെ വഖഫ് ഭൂമി ആണെന്ന് കണ്ടെത്തുന്നു. ഈ പ്രൊവിഷൻസ് ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ അതിനുവേണ്ടിയാണ് അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി ഏത് അമെൻമെൻറ്റാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? ആ പർപ്പസ് സെർവ് ചെയ്യാൻ അതൊരു സിവിൽ ഡിസ്പ്യൂട്ട് അല്ലേ? ബാബരി മസ്ജിദ് സിവിൽ ഡിസ്പ്യൂട്ട് ആയിരുന്നില്ലേ? ആ സിവിൽ ഡിസ്പ്യൂട്ട് തീർക്കാൻ വേണ്ടിയുള്ള പ്രൊവിഷൻ ഇവിടെ ഇല്ലേ? അപ്പം നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാനില്ല. ഞാൻ ഒറ്റ ചോദ്യം ഗോകുലിനോട് ചോദിക്കുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിലേക്ക് 2 മുസ്ലിങ്ങളും 2 ക്രിസ്ത്യാനികളും ഉണ്ടാകൽ നിർബന്ധമാണ് എന്നൊരു നിയമം ഉണ്ടാക്കിയാൽ യുവരാജ് ഗോകുൽ BJP വക്താവ് അതിനെ പിന്തുണയ്ക്കുമോ? ഒറ്റ ചോദ്യമാണ്. അത് ശരിയാണെന്ന് പറയുമോ? തെറ്റാണോ ശരിയാണോ? ശ്രീ മുഹമ്മദ് ഷാ, ഇരട്ടത്താപ്പ് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, ഇരട്ടത്താപ്പ് ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ താങ്കൾക്ക് മറുപടി വരാം. ദേവസ്വം ബോർഡിന് ഏതെങ്കിലുമൊക്കെ ഒരു പള്ളിയുടെ സ്ഥലം പോയിട്ട് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പള്ളിയുടെ ഉത്തരവാദിത്വമായിട്ട് മാറും, അത് ഞങ്ങളുടേതല്ല എന്ന് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഹിന്ദുവിൻ്റെയോ മുസൽമാൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ സിഖുകാരൻ്റെയോ ആരുടെ ഭൂമി ആയിരുന്നാലും ദേവസ്വം ബോർഡ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ക്ലെയിം ചെയ്യുകയാണെന്ന് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ
അത് പ്രൂവ് ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന നോൺ ഹിന്ദുസിന് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ് വെളുക്കി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദേവസ്വം ബോർഡിനകത്ത് പരിഗണിക്കാവുന്നതാണ്. നിലവിൽ ദേവസ്വം ബോർഡിന് അങ്ങനെയുള്ള റൈറ്റുകളില്ല, അവകാശങ്ങളില്ല, ആരുടെയും ക്ലെയിം ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഇല്ല. അപ്പോ അത്തരത്തിലൊരു സാഹചര്യം വഖഫ് ബോർഡുമായിട്ട് നിലനിൽക്കുമ്പോ അതുമായിട്ട് സഹകരിക്കേണ്ടി വരുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വം. ഗോകുലും വായിച്ചിട്ടില്ല ഈ തർക്കം. ഇത് കിരൺ റിജ്ജുവും വായിച്ചിട്ടില്ല, ഗോകുലും വായിച്ചിട്ടില്ല ദേവസ്വം ഭൂമിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഭൂമി സംബന്ധിച്ച വലിയ സീരിയസ് തർക്കങ്ങൾ ദേവസ്വം ബെഞ്ചിൽ ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട്. ഈ തർക്കങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യേണ്ടത് മുസ്ലിങ്ങളല്ല. അതിൽ മുസ്ലിം ഉണ്ടാകാൻ പാടില്ല, അവിടെ ക്രിസ്ത്യാനി ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾക്ക് തർക്കമൊന്നും ഇല്ലെന്നേ. അത് ആർട്ടിക്കിൾ 26 ആണെന്നേ. പക്ഷെ നിങ്ങൾ അവിടെ വരാൻ പാടില്ല. മറ്റുള്ള താങ്കൾ പറയും. ദേവസ്വം ഭൂമി സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളാണ് രാജ്യത്തെ കേസുകളിൽ ഏറ്റവും കൂടുതൽ അല്ലേ? ആ തർക്കങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കിരൺ റിജ്ജു വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സിവിൽ ഡിസ്പ്യൂട്ടുകളാണ് ഇതൊക്കെ. ആ സിവിൽ ഡിസ്പ്യൂട്ടിന് ഒരു ബോഡി ഓർഡർ പാസ്സാക്കിയാൽ അവിടെ കഴിഞ്ഞില്ല, അത് സുപ്രീം കോടതി വരെ പോകൂലേ? ആ സുപ്രീം കോടതി വരെയുള്ള പ്രൊവിഷണലെ സെക്ഷൻ 40, ആ സെക്ഷൻ 40 എടുത്ത് ഡിലീറ്റ് ചെയ്തില്ലേ? എന്നിട്ട് എന്താ നിങ്ങൾ പറയുന്നത്? ഒന്നുകിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതേ ക്ലെയിം ഒരിക്കലും മറ്റൊരാൾ ഉന്നയിക്കാനുള്ള സാഹചര്യം ഒരുക്കരുത്. അത് രാജ്യത്ത് ഡിവിഷൻ ഉണ്ടാകും. ഏതെങ്കിലും ഒരു ഗോത്രവർഗ്ഗക്കാരൻ്റെയോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയോ മുസ്ലിം വിഭാഗങ്ങളുടെയോ ഹിന്ദു വിഭാഗങ്ങളുടെയോ അവകാശങ്ങൾ കർട്ടയിൽ ചെയ്യുന്ന, അവരുടെ കാര്യം തീരുമാനിക്കാൻ മറ്റൊരാളെ തീരുമാനിക്കുന്ന ഒരു നിയമം ഉണ്ടാക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തെ ഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അവരുടെ റൈറ്റാണ്, അവർക്ക് കൊടുത്തിരിക്കുന്ന അവകാശമാണ്. അങ്ങനെയാണ് ഈ രാജ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയതുമായി യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട്, ഈ രാജ്യം ഈ രൂപത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് ഇത് ഡിവൈഡ് ചെയ്ത് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് അതിനെ എതിർക്കുകയാണ്. ശരി, ഓക്കെ, വ്യക്തമാണ്. ഇവിടെ ശ്രീ യുവരാജ് ഗോകുലി, ഈ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് നോക്കൂ. ഒന്നാമത്തെ കാര്യം, വഖഫ് സ്വത്ത് പൊതു സ്വത്താണോ? അല്ല. അത് ഇപ്പോൾ ഒരു മതവിശ്വാസിക്ക് വഖഫ് ചെയ്യണമെന്ന് തോന്നുകയാണ്, മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രോപ്പർട്ടി ദാനം ചെയ്യണമെന്ന് തോന്നിയാൽ അയാളുടെ മതപരമായ ഒരു ആവശ്യമോ ആഗ്രഹമോ എന്നുള്ള നിലയിൽ അത് ദാനം ചെയ്യുന്നു. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ, മതപരമായ ആവശ്യങ്ങൾക്ക് മാനേജ് ചെയ്യാൻ അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. ഇതാണല്ലോ ഈ വഖഫ് സിസ്റ്റം. അപ്പോൾ അങ്ങനെ ഒരാൾ മതപരമായ നിലയിൽ ദാനം ചെയ്ത, അല്ലെങ്കിൽ അയാളുടെ മതപരമായ ആവശ്യത്തിന് വഖഫ് ചെയ്ത ഒരു കാര്യത്തിൻ്റെ മാനേജ്മെൻറ്റിന് അയാളുടെ മതത്തിൽപ്പെട്ട ആളുകൾ അതെങ്ങനെയാണോ നിയോഗിക്കേണ്ടത് അതുപോലെ നിയോഗിക്കപ്പെടുക. അതിന് നിയമമുണ്ട്, അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് മറ്റ് മതസ്ഥർ അക്കാര്യത്തിൽ ഇടപെടുന്നത് എന്തിനാണ്? നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് എങ്ങനെയാണ് ഗുണകരം? നമുക്ക് ഈ വിഷയം സെറ്റിൽ ചെയ്തിട്ട് ബാക്കി ഏത് വിഷയവും സംസാരിക്കാം. തീർച്ചയായിട്ടും അഭിലാഷേ, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നിലധികം ക്ഷേത്രങ്ങളുടെ ഉദാഹരണം തന്നെ ഞാൻ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് കയറി ക്ലെയിം ചെയ്യുന്നു. ഇപ്പോൾ ശ്രീ മുഹമ്മദ് ഷാ ഇവിടെ പറയുന്നുണ്ടായിരുന്നു, അതിൽ നിന്നും ഞാൻ താങ്കളുടേക്ക് വളരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരാം. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നതാണ് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് ക്ലെയിം, സിവിൽ ക്ലെയിംസ് നിൽക്കുന്നതെന്ന്. സിവിൽ ക്ലെയിംസ് നിൽക്കട്ടെ, അത് കോടതിയിലല്ലേ? അത് നാട്ടിൽ ഒരുപാട് സിവിൽ ക്ലെയിംസ് അത്തരത്തിൽ നിൽക്കുന്നുണ്ടെന്ന് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇവിടെ ആൾക്കാർക്ക് ഇപ്പം ദേവസ്വം ബോർഡ് ഒരു ഭൂമി തങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ നേരെ ദേവസ്വം ബോർഡ് ഓഫീസിൽ വന്നിരിക്കുക എന്നുള്ളതല്ലല്ലോ അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. കോടതിയിലേക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. നേരെ കോടതിയിലേക്ക് പോവുക എന്നുള്ളതല്ലേ? അവിടെയല്ലേ ഡിസ്പ്യൂട്ട് നടക്കുന്നത്, അവിടെയല്ലേ തർക്കം നടക്കുന്നത്, അവിടെയല്ലേ വാഗ്വാദം നടക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബോർഡിന്റെ മുമ്പിലേക്ക് വരിക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അതിന്റെ പേര് എന്താണ്, മുത്താലിന്നോ എന്താണല്ലോ ഇപ്പോൾ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. ഇപ്പോൾ 2013 മുൻപ് വരെയും ഈ പറയുന്ന വഖഫിന്റെ ലാൻഡുകളുടെ സർവേ നടത്തേണ്ടുന്നത് ആരുടെ ഉത്തരവാദിത്വമായിരുന്നു? ഉത്തരവാദിത്വം വഖഫ് ബോർഡിൻ്റെതായിരുന്നു, ഗവൺമെന്റിൻ്റെതായിരുന്നില്ല. പക്ഷെ 2013 അമെൻമെന്റ് കൊണ്ടുവന്നിട്ട് ഈ ഇതിന്റെ അകത്തുള്ള ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാക്കി മാറ്റുക എന്നുള്ളതാണ്. എന്നിട്ട് ഓരോ സ്റ്റേറ്റിന്റെയും ഉത്തരവാദിത്വമായിട്ട് മാറിയിരിക്കുകയാണ് ഈ വഖഫിന്റെ ലാൻഡിന്റെ സർവേ നടത്തുക എന്നുള്ളത്. ഓരോ സ്റ്റേറ്റിന്റെയും ചിലവായിട്ടും ഓരോ സ്റ്റേറ്റിന്റെയും ബാധ്യതയായിട്ടും മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നുണ്ടല്ലോ, 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നില്ലേ ഈ പറയുന്ന വഖഫ് ആക്ട് മുഴുവനായിട്ടും റീവാമ്പ് ചെയ്യേണ്ടതാണെന്നും അതിന്റെ അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പറായിട്ട് റീവാമ്പ് ചെയ്യപ്പെടേണ്ടതാണെന്നും 2006 സച്ചാർ കമ്മിറ്റി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നില്ല. പ്രാതിനിധ്യം
നടപ്പാക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രൊഫഷണലായി മാനേജ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതല്ലാതെ സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും സച്ചാർ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടില്ല. സച്ചാർ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങളിൽ ട്രാൻസ്പെറൻസി കുറവുണ്ട്. അത് കംപ്ലീറ്റ്ലി ഒന്ന് റീവാമ്പ് ചെയ്യണം, ഓവർഹോൾ ചെയ്യണം എന്നുള്ളതാണ് സച്ചാർ കമ്മിറ്റി 2006 റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ 2008 ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇതേ വിഷയവുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്ന് മുമ്പോട്ട് വെച്ചിരിക്കുന്ന സ്റ്റഡീസ് അല്ലെങ്കിൽ റിപ്പോർട്ട്, രാജ്യസഭയിൽ ടേബിൾ ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ NDA ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് അവരും കൊണ്ടുവന്നിരിക്കുന്നത്. അന്ന് നിങ്ങൾക്കത് മുസ്ലിം വിരുദ്ധമായിട്ട് തോന്നിയില്ലേ ശ്രീ മുഹമ്മദ് ഷാ? എനിക്കത് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അന്ന് നിങ്ങളുടെ ഗവൺമെന്റ് ആണല്ലോ, UP ആണല്ലോ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഗൂഗിളിന്റെ കയ്യിൽ വഖഫ് ആക്ട് ഉണ്ടോ? എന്റെ കയ്യിൽ വഖഫ് ആക്ട് മുഴുവനായിട്ട് എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ വഖഫ് ആക്ട് മുഴുവനായിട്ട് ഇപ്പൊ എടുത്ത് വെച്ചിട്ട് വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല. പർട്ടിക്കുലർലി ഇന്ന് രാവിലെ തുടങ്ങിയ ഒരു വിഷയമാണ്. ഇന്ന് ഒരു ദിവസം കൊണ്ട് ഫുൾ വായിച്ചു തീർക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കുന്നത് 2008 ശ്രീ മുഹമ്മദ് ഷാ 2008 ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി മുമ്പോട്ട് വെച്ചിരിക്കുന്ന റിപ്പോർട്ട് തന്നെയല്ലേ, ഓൾമോസ്റ്റ് അത് തന്നെയല്ലേ ഇപ്പോഴും നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിനകത്ത് എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എതിരഭിപ്രായം എവിടെയാണ് എന്ന് രേഖപ്പെടുത്തണം. അല്ല യുവരാജ്, ഇതിൽ നമ്മളിപ്പോ കുറെ സാങ്കേതികത്വം പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്കൊന്നും മനസ്സിലായില്ല. മൗലികമായ ചോദ്യം ഉണ്ടല്ലോ, അതായത് ഈ വഖഫ് ഭൂമി, ഒരു പള്ളിയുടെ ഭൂമി അല്ലെങ്കിൽ ആ പള്ളിയുടെ ഭാഗമായിട്ടുള്ള അനാഥാലയത്തിന്റെ, മദ്രസയുടെ ഭൂമി, ഇതൊക്കെ വഖഫ് സ്വത്താണല്ലോ. ഇത് പൊതു സ്വത്തല്ല, ഇത് സ്വകാര്യ സ്വത്താണ്. മുസ്ലിം മതസ്ഥർ അവരുടെ ആചാരപരമായ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സമാഹരിച്ചതോ സംഭാവന ചെയ്തതോ ആയിട്ടുള്ള സ്വത്താണല്ലോ. അത് പൊതു സ്വത്തല്ല എന്നുള്ള നിലയിൽ കാണേണ്ടതിന് പകരം അത് സ്വകാര്യ സ്വത്താണെന്നിരിക്കെ അതിനെ എങ്ങനെയാണ് ഭരണകൂടം അതിന്റെ ഏജൻസികളാൽ അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധികളാൽ ഭരിക്കുക എന്ന മൗലികമായ പ്രശ്നമില്ലേ? അത് നാളെ ദേവസ്വത്തിന്റെ കാര്യത്തിലും ക്രിസ്ത്യൻ പള്ളിയുടെ കാര്യത്തിലും ഒക്കെ വന്നൂടെ? അപ്പോൾ അമ്പലം അതുമായി ബന്ധപ്പെട്ട ആളുകളും പള്ളികൾ അതുമായി ബന്ധപ്പെട്ട ആളുകളും മോസ്കുകൾ അതുമായി ബന്ധപ്പെട്ട ആളുകളും നടത്തുക എന്നുള്ള നമ്മുടെ മൗലികമായ ആ സങ്കല്പന തന്നെ വിരുദ്ധമാകുന്ന വിധത്തിൽ ഒരു ന്യൂനപക്ഷ മതത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കളുടെ കാര്യത്തിൽ സർക്കാരിന്റെ, അഡ്മിനിസ്ട്രേഷന്റെ, ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടാവുന്നു. അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അതിലേക്ക് വരൂ. അത് ഇന്ത്യയിൽ മാത്രമല്ല അഭിലാഷ സംഭവിച്ചിട്ടുള്ളത്. സൗദി അറേബ്യയിൽ GA ഉണ്ടല്ലോ, നമ്മുടെ അതിൻ്റെ ഫുൾ ഫോം എനിക്ക് കിട്ടുന്നില്ല പെട്ടെന്ന്. ഈ സൗദി അറേബ്യയിൽ GA ഉണ്ട്. അതിൻ്റെ അകത്ത് ഉൾപ്പെടെ നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ പ്രതിനിധികളായിട്ട് ഇരിക്കുന്നുണ്ട്. ഒന്ന്. രണ്ട്, ഈ നോൺ മുസ്ലിം എന്ന് പറയുന്നത് ആരെയാണ്? ഒന്ന് കളക്ടറാണ്, രണ്ട് ആ പ്രാദേശികമായിട്ടുള്ള MP ആണ്. അവർ മുസ്ലിം ആകാം, മുസ്ലിം ആകാതെ ഇരിക്കാം. അല്ലാണ്ട് രണ്ട് നോൺ മുസ്ലിംസിനെ എടുത്തിടുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടില്ല. ഇനി വേറൊരു കാര്യം, ഞാനൊരു നോൺ മുസ്ലിം അല്ലല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ നോൺ മുസ്ലിം വഖഫ് കൗൺസിലിലേക്ക് 3 MP-മാർ വരും. ആ 3 പേരും നോൺ മുസ്ലിംസ് ആവാം. നോക്കൂ, ഇപ്പോ കേരളത്തിൽ നമുക്ക് ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ദേവസ്വം ബോർഡ് ഭരണം തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വോട്ടവകാശം ഹിന്ദു MLA-മാർക്ക് മാത്രമേ ഉള്ളൂ. ഹിന്ദു MLA-മാർ തീരുമാനിക്കുന്ന, CPM-ലും കോൺഗ്രസിലും നിങ്ങൾക്ക് ഉള്ള സമയത്ത് നിങ്ങളുടെ പാർട്ടിയിലും ഒക്കെ പെടുന്ന ഹിന്ദു MLA-മാർ മാത്രം തീരുമാനിക്കുന്ന സംവിധാനമാണ് ദേവസ്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും. അപ്പോഴാണ് നമ്മൾ ഈ വഖഫിന്റെ കാര്യത്തിൽ ഈ വർത്തമാനം പറയുന്നത്. ഈ ഹിന്ദു എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ നമ്മളിപ്പോ ഹിന്ദുക്കളായിട്ട് തന്നെ കാണാൻ കഴിയുമോ? കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കുമോ? അവിശ്വാസമായിട്ടുള്ള ആൾക്കാര് ഇപ്പൊ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളിൽ കയറി അഭിപ്രായം പറയുന്ന സാഹചര്യം അവിടെ നിൽക്കുന്ന, അതവിടെ നിൽക്കട്ടെ. കേട്ടില്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്ന അതല്ല. ഈ ആന്ധ്രാപ്രദേശിലെ നമ്മുടെ ഈ പറയുന്ന വഖഫ് ബോർഡ് ഉണ്ടല്ലോ, ആന്ധ്ര വഖഫ് ബോർഡ് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2013 തോന്നുന്നു പറഞ്ഞിരുന്നത് അഹമ്മദീയർ കാഫിറുകളാണ് എന്നുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. അഹമ്മദീയർ എന്ന് പറഞ്ഞാൽ കാഫിറാണ്, അവരെ ഞങ്ങൾ മുസ്ലിമായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ആരെയൊക്കെയാണ് മുസ്ലിമായിട്ടും നോൺ മുസ്ലിമായിട്ടും കണക്കാക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ അകത്തുള്ള വിഷയമാണ്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് അറിയില്ല. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഈ കാണുന്ന അഹമ്മദിയരായാലും ശരി, ഷിയകളായാലും ശരി, സുന്നികളായാലും ശരി, എല്ലാവരും മുസ്ലിം വിഭാഗത്തിൽ പെടുന്നതാണ്. ഇതിന്റെ അകത്ത് നിങ്ങൾ നോൺ മുസ്ലിം എന്ന് പറയുമ്പോൾ ആരാണ് നോൺ മുസ്ലിം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതൊക്കെ ഇപ്പോൾ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് കേരളത്തിൽ എത്ര പള്ളിയുണ്ട്? കോഴിക്കോട് അവരുടെ ഒരു വലിയ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് കേരളത്തിൽ ധാരാളം പള്ളികളുണ്ട്. അവർ അവരുടെ ആരാധനാക്രമം അനുസരിച്ച് ജീവിക്കുന്നു. മറ്റ് സെക്ടുകൾ, ഓരോ സെക്ടുകളുണ്ടല്ലോ, അവരുടേതായ ആരാധനാക്രമം അനുസരിച്ച് ജീവിക്കുന്നു, അവരുടെ ആരാധന നടത്തും. അതൊക്കെ വിടൂ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തിൽ സർക്കാരിന്റെ അഡ്മിനിസ്ട്രേഷൻ വരിക? മാത്രമല്ല, നോക്കൂ, വഖഫ് ബൈ യൂസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിപ്പോ നേരത്തെ യുവരാജ് പറഞ്ഞതുപോലെ ഈദ്ഗാഹ് എവിടെയെങ്കിലും ഇപ്പോൾ
പുത്തരിക്കണ്ടത്തോ അല്ലെങ്കിൽ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലോ ഒക്കെ ഈദ്ഗാഹ് നടത്തിയുകൊണ്ട് അത് വഖഫ് പ്രോപ്പർട്ടി ആവും എന്നുള്ളതല്ല. മറിച്ച് കാലങ്ങളായിരിക്കുന്ന പള്ളി ഇന്നിപ്പോ ഒരു MP ചൂണ്ടിക്കാണിച്ചു 200 കൊല്ലമായിട്ട് ഡൽഹിയിൽ ഇരിക്കുന്ന പാർലമെന്റിന് തൊട്ടടുത്തിരിക്കുന്ന മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ അതിന് വഖഫ് നാമയിൽ അതിന് രേഖയില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ആ പള്ളി വേണമെങ്കിൽ ഏറ്റെടുക്കാം. അങ്ങനെ പഴയ പള്ളികളാണ്, ഇതിനൊക്കെ രേഖ ഉണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇതിനെല്ലാം രേഖ കാണിക്കണം. നമ്മൾ ഈ പറഞ്ഞ 300 കൊല്ലം പഴക്കമുള്ള ഈ പള്ളിയുടെ രേഖ എവിടെ? രേഖ കാണിച്ചാൽ അത് വഖഫാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം. ഇല്ലെങ്കിൽ വേണമെങ്കിൽ അത് സർക്കാരിലേക്ക് മുതൽക്കൂട്ടാമെന്ന് പറയുമ്പോൾ ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളെ കുറിച്ചാണ് യുവരാജ് നമ്മൾ സംസാരിക്കുന്നത്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ലേ അത്? അഭിലാഷേ, ഇതിനകത്ത് എങ്ങനെയാണ് നാളെ ഒരു സമയത്ത് ഒരാൾ പോയിട്ട് നിങ്ങളുടെ രേഖയില്ല അതുകൊണ്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ട് മാറുന്നത്? കോടതിയില്ലേ? ഇപ്പൊ നോക്കൂ, താങ്കൾ എന്റെ പ്രോപ്പർട്ടിയിൽ അങ്ങനെ ഒരു ഇത് വഖഫാണെന്ന് പറഞ്ഞ് ക്ലെയിം നടത്തിയാൽ നമ്മൾ തമ്മിൽ ഒരു സിവിൽ ഡിസ്പ്യൂട്ട് ആയി, അത് കേസായി. അതിപ്പോ പള്ളിയുടെ കാര്യത്തിൽ മാത്രമാണോ? താങ്കൾക്കല്ല ഒരു വഖഫ് അഭിലാഷേ, ഞാൻ ചോദിക്കുന്നത് കേസ് ഫയലിൽ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് ഒരു രേഖ കൊണ്ട് കൊടുക്കണ്ടേ? അല്ലാണ്ട് വെറുതെ ഞാൻ കോടതിയിൽ പോയിട്ട് നാളെ അഭിലാഷിന്റെ വീട് എൻ്റെ വീടാണെന്ന് ഞാൻ പോയിട്ട് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കേസ് ഫയലിൽ സ്വീകരിക്കുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് അങ്ങനെ പോയി പറയാനുള്ള റൈറ്റ് ഉണ്ടോ? എങ്കിൽ പിന്നെ നമുക്ക് നാട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാൻ പാടില്ലേ? ഇനിയിപ്പോ ഞാനൊരു മുന്നാധാരം ഹാജരാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രേഖ ഹാജരാക്കണം, ഞാൻ ടാക്സ് അടയ്ക്കുമായിരുന്നു അല്ലെങ്കിൽ എന്റെ പൂർവികരാരെങ്കിലും നമ്മൾ പറയണം. ആരെങ്കിലും പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കേസാവും. അല്ലെങ്കിൽ വഖഫ് സംവിധാനങ്ങൾ തൊട്ടടുത്ത സ്ഥലമൊക്കെ ഇത് ഞങ്ങളുടേതാണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വഖഫ് ഭൂമിയാവും എന്നാണ് താങ്കൾ ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും ക്ലെയിം ചെയ്താൽ അതൊരു ഡിസ്പ്യൂട്ട് അല്ലേ? അത് കോടതിയിൽ സെറ്റിൽ ചെയ്യില്ലെന്നാണ് എന്റെ ചോദ്യം. ഇത് മറ്റുള്ളവർക്ക് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഇല്ലെന്നേ. എനിക്കോ അഭിലാഷിനോ ദേവസ്വം ബോർഡിനോ ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കോ ഒരു സെക്കൻഡ് മുഹമ്മദ്, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം, എന്റെ ഭാര്യ വീട്ടിൽ ഒരു കുടുംബക്ഷേത്രമുണ്ട്. ആ കുടുംബക്ഷേത്രം തൊട്ടടുത്തുള്ള ക്ഷേത്രം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആർക്കും പറ്റും, അതൊക്കെ ആർക്കും പറ്റും, അതൊക്കെ ആർക്കും പറ്റും. അത് രേഖകൾ ഹാജരാക്കി കോടതിയിൽ തെളിയിക്കുക. തിരിച്ചു ചോദിക്കുകയാണ്, താങ്കളുടെ ആ കുടുംബക്ഷേത്രം വെറുതെ കോടതിയിൽ പോയിട്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറയുകയാണോ ചെയ്തത്, അതോ രേഖകളുമായിട്ട് പോവുകയാണോ ചെയ്തത് കോടതിയിൽ? രേഖകളെന്ന് അവകാശപ്പെടുന്നത് ഉത്തരവുണ്ട്. ഒന്ന്, അത് കോടതിയിലല്ലേ പോയിരിക്കുന്നത്. ഇപ്പോ ദേവസ്വം ഈ പറയുന്ന ക്ഷേത്രം കംപ്ലീറ്റ് ചെയ്യട്ടെ, ക്ഷേത്രം പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് ഒരു ക്ഷേത്രം പറഞ്ഞിട്ട് കേസ് എവിടെയാ പോയിരിക്കുന്നത്? കോടതിയിൽ. അല്ലാണ്ട് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ബിയോട് പറയാണ് ഇത് ബി ഇരിക്കുന്ന പ്രോപ്പർട്ടി ഞങ്ങളുടേതാണെന്ന് പറയുമ്പോ ബി പിറ്റേ ദിവസം രാവിലെ ഈ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ മുമ്പിൽ വന്നിട്ട് അയ്യോ ഇത് ഞങ്ങളുടേതാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന സാഹചര്യമല്ലല്ലോ ഇരിക്കുന്നത്. നാട്ടിലൊരു സംവിധാനമുണ്ട്, ആ സംവിധാനത്തിന്റെ മുമ്പിൽ പോയിട്ട് ഭരണഘടന എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ആ ഒരു പ്രോസസ്സിലൂടെയാണ് അത് കടന്നു പോകുന്നത്. വഖഫിനെ സംബന്ധിച്ചിടത്തോളം വഖഫാണ് ഇത് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിലല്ല പോകേണ്ടി വരുന്നത്. നിങ്ങൾക്ക് പകരം ഈ വഖഫ് ബോർഡ് മുമ്പിൽ വന്നിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ്. എന്താണ് ഈ വഖഫ് ട്രിബ്യൂണലിൽ ആരാണ് ഇരിക്കുന്നത്? പഴയ ജഡ്ജിമാരും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അതല്ല, ഇതൊരു തരത്തിൽ സ്കെയർ വഖഫായിട്ട് നാട്ടിലെ സകല സ്ഥലങ്ങളും ക്ലെയിം ചെയ്യപ്പെടും. എന്നിട്ട് അത് ഇനി ബാക്കിയുള്ള ആളുകളൊക്കെ വഖഫ് ബോർഡിന് മുമ്പിൽ അയ്യോ എന്ന് അങ്ങനെ ഈ പറഞ്ഞതുപോലെ വലിയ തോതിൽ ഭൂമി ക്ലെയിം ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണോ? എന്നോടാണോ? അതെ അതെ അതെ. യുവരാജ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം, വളരെ സിമ്പിളാണ്. ഒരു ഭൂമി യുവരാജിൻ്റെ പേരിൽ ടൈറ്റിലുള്ള ഒരു ഭൂമി, യുവരാജിൻ്റെ ഫാമിലിയുടെ പേരിൽ ടൈറ്റിലുള്ള ഒരു ഭൂമി എനിക്ക് യൂസറായിട്ടോ എനിക്ക് ഓറലായിട്ടോ എഴുതിയോ വഖഫ് ചെയ്യാൻ കഴിയില്ല. യുവരാജിൻ്റെ ആ ടൈറ്റിൽ ഉണ്ടെങ്കിൽ യുവരാജ് ട്രൈബ്യൂണലിൽ ഒരു പെറ്റീഷൻ കൊടുത്താൽ എൻ്റെ എല്ലാ വഖഫ് അധികാരങ്ങളും നഷ്ടപ്പെടും. അതിനുള്ള നിയമം സെക്ഷൻ 40 ഓൾറെഡി ഉണ്ടെന്നേ. അത് കൊടുത്താൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ട്രൈബ്യൂണലിൽ പോകാം. അതൊരു സിവിൽ കോടതിയാണ്. ആ സിവിൽ കോടതി ഓർഡർ പാസ്സാക്കിയാൽ ആ ടൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ടൈറ്റിലുള്ള ഭൂമി എനിക്ക് വഖഫ് ചെയ്യാൻ കഴിയില്ലല്ലോ. എൻ്റെ ടൈറ്റിലുള്ള ഭൂമി ഞാൻ വഖഫ് ചെയ്താൽ അതിനുശേഷം അതിനെതിരെ യുവരാജ് വരികയാണെങ്കിൽ അതൊരു ഡിഫറൻറ്റ് ഇഷ്യൂ ആണ്. അവിടെ വരുമ്പോഴേ ബോർഡിൽ പോകേണ്ടതുള്ളൂ. എനിക്ക് ടൈറ്റിലില്ല, നിങ്ങൾക്ക് ടൈറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ കോടതിയിൽ പോകാം. അതിപ്പോഴും തടസ്സമില്ലെന്നേ. അല്ല ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ സാർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ നേരത്തെ തമിഴ്നാട്ടിലുള്ള ഒരു ഗ്രാമത്തിന് മുഴുവനായിട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത്? അവരാരെങ്കിലും നിങ്ങൾക്ക് തന്നായിരുന്നോ ഭൂമി?
അവരാരെങ്കിലും തമിഴ്നാട് വഖഫ് ബോർഡിന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നോ ഭൂമി? അവരാരെങ്കിലും വാക്കാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അവരുടെ ഏതോ പൂർവികര് വാക്കാൽ യുവരാജെ, തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലെ ഒരു ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഒരാൾക്കൊരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ ആ ടൈറ്റിൽ ഹോൾഡർക്ക് അപ്പോൾ തന്നെ സിവിൽ കോടതിയിൽ പോയി ഇൻജങ്ഷൻ വാങ്ങാം. അതിന് യാതൊരു തടസ്സവും ഈ അമെന്റ്മെന്റ് ഇല്ലെങ്കിലും ഇല്ല. വെറുതെ അങ്ങ് പറഞ്ഞുണ്ടാക്കാമോ? വഖഫിന്റെ ഭൂമിയില് തങ്ങളുടേതാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കോർട്ടിൽ പോകാൻ സാധിക്കുക? എനിക്ക് മനസ്സിലാകുന്നില്ല. വഖഫ് എനിക്ക് നിങ്ങളുടെ കയ്യിൽ ടൈറ്റിൽ ഉണ്ടായാൽ മതി. നിങ്ങളുടെ കയ്യിൽ ടൈറ്റിൽ ഉണ്ടായാൽ മതി. വഖഫിന്റെ ഭൂമിക്ക് നിങ്ങൾക്ക് ടൈറ്റിൽ ഉണ്ടാവുമോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ എനിക്ക് ആ ഭൂമി ക്രയവിക്രയം ചെയ്യാൻ സാധിക്കുമോ? പട്ടയമുള്ള ഭൂമി ക്രയവിക്രയം ഞാൻ ചോദിക്കുന്നതല്ല അഭിലാഷേ. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം വളരെ മനോഹരമായിട്ട് അതിനെ എവേഡ് ചെയ്ത് പോവുകയാണ്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾക്കൊരു ഭൂമി ക്ലെയിം ചെയ്യുമ്പോ അത് വെറുതെ ക്ലെയിം ചെയ്താൽ മറ്റുള്ളവർ ഈ സാധനവും കൊണ്ട് കയറി ഇറങ്ങി നടക്കണമെന്നേ. മറ്റൊരു മതവിഭാഗത്തിന് അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി എടുത്തോട്ടെ, അവർക്ക് ഞങ്ങളുടേതാണ് ഈ ഭൂമി എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുഴുവൻ രേഖകളും ഹാജരാക്കി വില്ലേജ് ഓഫീസ് മുതൽ കോടതി വരെ പോയാൽ മാത്രമേ കേസ് ഫയൽ ചെയ്യപ്പെടുള്ളൂ. അപ്പോഴേ ഈ പറയുന്ന ബാക്കി ഇഞ്ചക്ഷൻ ആവട്ടെ, ബാക്കി സ്റ്റേ ആവട്ടെ, ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. ഇവിടെ വഖഫ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞതല്ലെന്നേ, അവിടുത്തെ ജനങ്ങൾ മീഡിയയോട് പറയുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് ഭൂമി വിൽക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം വഖഫ് ക്ലെയിം ചെയ്തത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് ക്ലെയിം ചെയ്തു. ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അവര് ചോദിക്കുന്നത്. കേട്ടോളൂ യുവരാജെ, വഖഫ് ക്ലെയിം ചെയ്താൽ ഭൂമി വിൽക്കാൻ പറ്റാതാവില്ല. നിങ്ങൾക്ക് ടൈറ്റിൽ ഉണ്ടെങ്കിൽ അതിന് രാജ്യത്ത് നിയമ സംവിധാനമുണ്ട്. സെക്ഷൻ 40 ഉണ്ട്. അവർ തുറന്നു പറഞ്ഞെങ്കിൽ നിങ്ങൾക്കത് നല്ല ഉപേക്ഷ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റാ. നിങ്ങളാണ് അത് കേട്ടതെങ്കിൽ ഞാനൊരു അഭിഭാഷകൻ എന്നുള്ളേക്ക് പറയാണ്, സെക്ഷൻ 40 നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്ക് ട്രൈബ്യൂണലിൽ പോകാം, അതല്ല സിവിൽ കോടതിയിൽ പോകാം. എനിക്ക് ടൈറ്റിൽ ഉണ്ടെന്ന് ഞാൻ പ്രൂവ് ചെയ്താൽ എന്തടിസ്ഥാനത്തിലാണ് ഈ ക്ലെയിം? അവര് പോകണം, അവിടെയാണ് പ്രശ്നം. എനിക്കിപ്പോ നിങ്ങളുടെ ഭൂമി വേണം എന്നുണ്ടെങ്കിൽ ഞാൻ രേഖയുമായിട്ട് നിങ്ങളുടെ പിറകിൽ വരണം, അധികാരികളുടെ അടുത്ത് പോകണം. ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ ഭൂമി നിങ്ങൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളല്ല പോകേണ്ടത്, നിങ്ങളുടേതാണെന്ന് പറഞ്ഞു. പകരം എന്റേതാണെന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ കയറി ഇറങ്ങി നടക്കണം. വഖഫായാലും ദേവസ്വമായാലും വ്യക്തികളായാലും ട്രസ്റ്റുകളായാലും ആര് ക്ലെയിം ചെയ്താലും എനിക്ക് ടൈറ്റിലുള്ള ഭൂമിയിൽ എന്റെ അവകാശം ഞാൻ സ്ഥാപിക്കാൻ എനിക്ക് നിയമ സംവിധാനം ഇവിടെ ഉണ്ട്. അത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല സാറേ, അത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ലല്ലോ. അത് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുള്ള അതിന് വഖഫ് ആക്ട് അമെൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞുള്ളൂ. ഔദാര്യമൊന്നും വേണ്ട. അതിന് വഖഫ് ആക്ടിന്റെ അമെൻഡ്മെന്റ് ഒരു കാര്യം കയറി ക്ലെയിം ചെയ്യാം. ശരി, ഓക്കെ. അതിനാണോ ഈ ഭേദഗതി എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശ്രീ അരുൺകുമാർ, ഇപ്പൊ നമ്മള് ശരി, ഓക്കെ, ശ്രീ അരുൺകുമാർ, വഖഫ് പുതിയ നിയമ ഭേദഗതിയിലെ കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപയോഗം കൊണ്ട്, ഇപ്പോൾ പള്ളി 200 കൊല്ലമായി അല്ലെങ്കിൽ 300 കൊല്ലമായി ഒരു പള്ളി നിൽക്കുന്ന സ്ഥലം സ്വാഭാവികമായും വഖഫ് ഭൂമിയാണ്. അതിന് രേഖയുണ്ടോ ഇല്ലയോ? രേഖയില്ലെങ്കിൽ, അതായത് വഖഫ് നാമ ഇല്ലെങ്കിൽ അവ വേണമെങ്കിൽ സർക്കാരിന് ഏറ്റെടുക്കാം. വഖഫ് ഭൂമിയും സർക്കാർ ഭൂമിയും തമ്മിലുള്ള തർക്കം, ഇതാ ഒരാൾ ഈ ഭൂമി വഖഫ് ഭൂമിയല്ല സർക്കാർ ഭൂമിയാണ് എന്ന് ആരോപണം ഉന്നയിച്ചാൽ അതിൽ തീരുമാനമെടുക്കേണ്ട ആൾ ജില്ലാ കളക്ടറാണ്. ആ ജില്ലാ കളക്ടർ തീരുമാനം എടുക്കുന്നത് വരെ അത് വഖഫ് ഭൂമി എന്നുള്ള സ്റ്റാറ്റസ് ഉള്ള ഭൂമി ആയിരിക്കില്ല. ഇങ്ങനെ ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വത്ത് നഷ്ടപ്പെടും എന്ന് ഒരു വിഭാഗം ജനങ്ങൾക്ക് തോന്നുന്ന നിരവധി കാര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. അത് എങ്ങനെയാണ് അഡ്രസ് ചെയ്യുക? ഇതിപ്പോ നിരവധി ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരുമ്പോഴും യഥാർത്ഥത്തിലുള്ള ഉത്തരം പറയാതെ BJPയുടെ പ്രതിനിധി അതിൽ നിന്ന് തെന്നി മാറുന്ന കണ്ടേ. അദ്ദേഹം ഇടയ്ക്ക് സൗദി വരെ പോയി തിരിച്ചു വന്നു. കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ അടുത്ത സംസ്ഥാനത്തേക്ക് പോകും. അങ്ങനെ തെന്നി മാറുക. ഇപ്പോ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഏതു മതത്തിന് സംഭാവന കൊടുക്കാം? അഭിലാഷിന് ഇഷ്ടമുള്ള മതത്തിന് സംഭാവന കൊടുക്കാം. ഉത്സവം വരും, പെരുന്നാൾ വരും, മറ്റു തരത്തിലുള്ള ചടങ്ങുകൾ വരും. അതുപോലെ മുഹമ്മദ് ഷായ്ക്ക് ഇഷ്ടമുള്ള മതത്തിന് സംഭാവന കൊടുക്കാം, അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഡെഡിക്കേറ്റ് ചെയ്യാൻ, വഖഫ് ചെയ്യാൻ ഇത്ര വർഷം മുസ്ലിം ആയിരിക്കണം എന്നെല്ലാം പറഞ്ഞാൽ ഈ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൗലിക തത്വങ്ങളുടെ എതിരല്ലേ അത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ അങ്ങ് ചോദിച്ച ചോദ്യം, ഏതെങ്കിലും തരത്തിൽ തർക്കം ഉന്നയിക്കുക, ആ തർക്കം ഉന്നയിച്ചാൽ ആ തർക്കത്തിൽ തീരുമാനമാകുന്നത് വരെ അത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയിരിക്കും. എങ്ങനെ പറയാൻ കഴിയും? ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 77 വർഷമായി.
പല വഖഫ് ഡെഡിക്കേഷനും നടന്നത്, വഖഫ് ചെയ്തത് 100, 200, 300, 500 വർഷം മുമ്പുള്ള പ്രോപ്പർട്ടിയാണ്. പള്ളികൾ സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ഗ്യാൻ പാബി, അതുപോലെ തന്നെ മധുര മസ്ജിദ് നമ്മുടെ മുന്നിലുണ്ട്. തർക്കമുണ്ടാകുമ്പോൾ 500 വർഷം പഴക്കമുള്ള പള്ളിയാണ്. ഒരു തർക്കം ഉന്നയിക്കുക, ആ തർക്കത്തിന് തീരുമാനമാകുന്നത് വരെ, അതിന് ഇപ്പൊ 100 വർഷം എടുത്താലും 150 വർഷം എടുത്താലും തർക്കം തീരുമാനമാകുന്നത് വരെ അത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയിരിക്കണം. എന്ത് ന്യായമാണ് ഇവിടെ ഉള്ളത്? ഇപ്പൊ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തർക്കമുണ്ടായാൽ നമുക്കറിയാം, ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചുണ്ട്, ഡിവിഷൻ ബെഞ്ചാണ്. ഒരു നിയമനം ദേവസ്വം ബോർഡിലോ ഏതെങ്കിലും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിലെ നിയമനം അടക്കമുള്ള വിഷയം വരെ ഈ ബെഞ്ചിന്റെ കീഴിലാണ്. ആ ബെഞ്ച് തീരുമാനം എടുക്കും. അതിനെതിരായിട്ട് ഉണ്ടെങ്കിൽ സുപ്രീം കോടതി പോകാം. അതിനൊരു സിസ്റ്റം ഉണ്ട്. ഇവിടെ വഖഫ് ബോർഡ്, ട്രൈബ്യൂണൽ, സിവിൽ കോർട്ട് ഒരു സിസ്റ്റം ഉണ്ട്. അതിനെതിരെ ഹൈക്കോടതി പോകാം, സുപ്രീം കോടതി പോകാം. അതാത് മതവിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കെ ഇവിടെ ബോർഡിന് അധികാരമില്ല. മറിച്ച് അത് കളക്ടർക്കാണ്, ഗവൺമെന്റ് സംവിധാനത്തിനാണ്. തീരുമാനമാകുന്നത് വരെ അത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണെന്ന് പറയുമ്പോൾ ഇതിന്റെ ഉദ്ദേശം വ്യക്തമാണ്. അതുപോലെ തന്നെ വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അദ്ദേഹം ആ മതത്തിൽ വിഭാഗത്തിൽപ്പെടണമാകണം എന്ന് നിർബന്ധമില്ല. ഏത് മതത്തിൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കും ആകാം. അത്തരത്തിൽ സാങ്കല്പികമായി കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതിന് ചിലരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക, തർക്കമുണ്ടാക്കുക, ഈ രാജ്യത്തിന്റെ മതമൈത്രി തകർക്കുക, അതിന്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കുക, മതപരമായിട്ടുള്ള ഒരു ഏകീകരണം ഉണ്ടാക്കുക, അതുപോലെ പല മതത്തിലും വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള വിഘടനവാദം ഉണ്ടാക്കുക. അങ്ങനെ സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് ഈ രാജ്യത്ത് വളരാൻ കഴിയൂ, ഉയരാൻ കഴിയൂ. ഇത് ഒരു 400+ സീറ്റ് കിട്ടുമ്പോൾ നടപ്പാക്കാൻ വേണ്ടി അവർ ലക്ഷ്യപ്പെട്ടുകൊണ്ടിരുന്ന പദ്ധതികളാണ്. 400+ സീറ്റ് കിട്ടിയില്ല, അങ്ങ് താഴേക്ക് പോയി. എന്നാലും മൂന്നാമത് അവർ അധികാരത്തിൽ വന്നു. പക്ഷെ അജണ്ട വച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സംഘപരിവാർ രാഷ്ട്രീയം തീരുമാനിക്കുന്നതാണ് നാം കാണുന്നത്. അതത്ര എളുപ്പമല്ല. ഇന്ത്യൻ പാർലമെന്റിൽ പഴയ പ്രതിപക്ഷമല്ല ഇപ്പോഴുള്ളത്. അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട്, പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ജോയിന്റ് പാർലമെന്ററി പാർട്ടി കമ്മിറ്റിക്ക് തന്നെ വിടാൻ തീരുമാനിച്ചത്. ഇനിയും ഇതിൽ തെളിവെടുപ്പ് നടക്കും, ജനങ്ങൾക്ക് വരെ അഭിപ്രായം കൊടുക്കാം. മറ്റു തരത്തിലൊക്കെ പോയാലും ആ തീരുമാനം വന്നാൽ, ഇപ്പോ യൂണിഫോം ഇവിടെ പല ലേബർ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോയിന്റ് അന്നത്തെ പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. പക്ഷേ അതിശക്തമായി പ്രതിപക്ഷവും ജനങ്ങളും ഇതിൽ പ്രതികരിക്കും. കാരണം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ നടപ്പാക്കുക, ഏകപക്ഷീയമായി അത് അടിച്ചേൽപ്പിക്കുക. പ്രതിഷേധം ഉയർത്തിയാൽ പറയും, നീ പറയുന്നത് ഏതെങ്കിലും ഒരു മതപരമായിട്ടുള്ള താല്പര്യമാണ് എന്ന് പറയും. അതിനുശേഷം അവനെ വർഗീയവാദിയാക്കും. അത്തരത്തിൽ തന്നെയാണ് ഇവിടെ. ഏതെങ്കിലും തരത്തിൽ വഖഫ് പ്രോപ്പർട്ടിയെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് സമയബന്ധിതമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യാം, വകുപ്പുകൾ ഭേദഗതി ചെയ്യാം. പക്ഷേ ആ മതത്തിൻ്റെതായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ തകർക്കുന്ന, മൈനോറിറ്റിക്ക് ഭരണഘടന കൊടുക്കുന്ന റൈറ്റ്സ് ദുരുപയോഗം ചെയ്യുന്ന, തകർക്കുന്ന തരത്തിലുള്ള ഏകപക്ഷികമായിട്ടുള്ള അമെൻമെന്റുകൾ വന്നാൽ അത് ജുഡീഷ്യൽ റിവ്യൂയുടെ ഭാഗമായി നിലനിൽക്കില്ല. കാരണം ഒറ്റ കാര്യം അങ്ങ് ചൂണ്ടിക്കാണിച്ചു, ഒരു തർക്കം വന്നാൽ തർക്കം തീരുമാനിക്കുന്നതുവരെ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മോസ്കുകളും വഖഫ് പ്രോപ്പർട്ടികളും തർക്ക വിധേയമാക്കും. വർഷങ്ങൾ, നൂറ്റാണ്ടുകളോളം അത് തർക്കഭൂമിയായി ഗവൺമെന്റ് അധീനതയിലേക്ക് വരും. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് ആജീവനാന്തം ഇവർ തന്നെ ഭരിക്കുമെന്ന രൂപത്തിൽ തന്നെയാണ്. അത്തരത്തിൽ സംഘർഷാത്മകമായിട്ടുള്ള സാഹചര്യങ്ങൾ, സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഏകപക്ഷീയമായി ഈ ബില്ല് അവതരിപ്പിച്ചത്. പക്ഷേ ഈ ബില്ല് ചെറുത്തു തോൽപ്പിക്കാൻ പറ്റിയ പ്രതിപക്ഷമുണ്ട്. ജുഡീഷ്യൽ റിവ്യൂക്ക് വിധേയമാകും. അതിശക്തമായിട്ട് ഇതിനെതിരെ ജനാഭിപ്രായം ഉയർന്നു വരും എന്നതിൽ യാതൊരു സംശയമില്ല. ശരി, ഇവിടെ ചില ചോദ്യങ്ങൾ ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഒന്ന് സച്ചാർ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, അത് ഈ വഖഫ് നിയമത്തിന്റെ ശുദ്ധീകരണവും വഖഫ് സ്ഥാപനങ്ങളുടെ സുതാര്യതയും വെളിവാക്കുന്ന, അല്ലെങ്കിൽ അത് ശുപാർശ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. രജീന്ദർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത, ശുപാർശ ചെയ്ത കാര്യങ്ങൾ 1. 2, കെ റഹ്മാൻ ഖാൻ അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസിന്റെ കാലത്തെ ഒരു റിപ്പോർട്ടുണ്ട്. അവിടെയും ഈ വഖഫ് സംബന്ധിച്ച്, വഖഫ് രേഖകളുടെ കമ്പ്യൂട്ടറൈസേഷൻ തുടങ്ങി ഡാറ്റാ ബാങ്ക് വേണം തുടങ്ങിയ നിരവധി ശുപാർശകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഖഫ് എന്ന് പറയുന്നത് ആരും തൊടാൻ പാടില്ലാത്ത, ഒരു പരിഷ്കരണവും നടത്താൻ പാടില്ലാത്ത ഏരിയ അല്ലല്ലോ. അതുപോലെ തന്നെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ത്രീകളെ സെൻട്രൽ വഖഫ് കൗൺസിലിലും അതുപോലെ തന്നെ സംസ്ഥാന വഖഫ് ബോർഡുകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം, ഒപ്പം മുസ്ലിം അവാന്തര വിഭാഗങ്ങളുടെ, ദാവൂദി ബോറ, അഹമ്മദിയ, പസ്മാന്ത തുടങ്ങിയ അവാന്തര വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം, ഇത്തരം കാര്യങ്ങളൊക്കെ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ എംപവർമെന്റ് എന്ന വാക്കിനോട് ചേർന്ന് പോകുന്നതല്ലേ? എതിർക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ അനുകൂലിക്കേണ്ടതായ, അല്ലെങ്കിൽ കാലാനുസൃതമായി കൂട്ടിച്ചേർക്കപ്പെടേണ്ട, മാറ്റേണ്ട കാര്യങ്ങളും ഇതിനകത്തില്ലേ? സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ നിങ്ങൾ പറഞ്ഞാൽ അത് ഓൾറെഡി ഉണ്ട്. കേരള വഖഫ് ബോർഡിലൊക്കെ പോയി കേസ് നടത്തുന്നവരാണ് നമ്മളൊക്കെ. അവിടെ കേരള വഖഫ് ബോർഡിൽ 2 സ്ത്രീകൾ ബോർഡിൽ ഇരിപ്പുണ്ട്, സ്ത്രീകളുണ്ട്. അത് ഇവർ നിയമം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ഓൾറെഡി ദർ.
അതിന് പുതിയൊരു നിയമത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ഇപ്പോഴേ കൊടുത്തുകൊണ്ടിരിക്കുക, എല്ലായിടത്തും ഉണ്ട്, വഖഫ് കൗൺസിലുമുണ്ട്. അതിനൊരു ഇഷ്യൂ ഇല്ല. എല്ലാവിധ റെപ്രസെൻറ്റേഷനും അതാത് സ്ഥലങ്ങളുടെ ഭൂരിപക്ഷം അനുസരിച്ചിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അവരുമുണ്ട്. ഷിയ മുസ്ലിമുകളുടെ റെപ്രസെൻറ്റേഷൻ യു പിയിലുണ്ട്. ഷിയ മുസ്ലിമുകൾ കേരളത്തിൽ എത്തിയ എണ്ണമെന്നറിയാമോ? അത് നമ്പർ 500-ൽ താഴെയാണ് ഈ പറഞ്ഞ 1 കോടിയിൽ. അപ്പോൾ ആ പറഞ്ഞ ആളുകളുടെ റെപ്രസെൻറ്റേഷൻ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അത് കൊടുക്കുന്നതിനോട് ആർക്ക് തർക്കവുമില്ലെന്നേ. ഖാദിയാനികൾ കൊടുക്കുന്നതിന് തർക്കമൊന്നുമില്ല. ഞാൻ പറയുന്നത് സെക്ഷൻ 63 പ്രകാരം മുത്തവല്ലിയെ അപ്പോയിന്റ് ചെയ്യാൻ അധികാരമുള്ള വഖഫ് ബോർഡിനകത്ത് വഖഫ് ബോർഡിൽ ഇരിക്കേണ്ടത് ആരാണ് എന്ന് തീരുമാനിക്കണം. അതിനകത്ത് മുത്തവല്ലിയുടെ ജോലി എന്താ? ദേവസ്വം ബോർഡിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മേൽശാന്തിയെ അപ്പോയിന്റ് ചെയ്യാനുള്ള കമ്മിറ്റിയിൽ ഞാനിരിക്കാൻ പാടില്ല. എനിക്കതിനൊരു ഇത് വേണ്ടേ? അങ്ങനെ ഇരുത്താൻ പാടില്ലല്ലോ. ആ അപ്പോയിൻമെൻറ്റ് നടത്തി ഞങ്ങളങ്ങനെ ഇരുത്തുമെന്ന് പ്രഖ്യാപിക്കുന്ന കിരൺ റിജ്ജു ഇതിൻ്റെ ചലഞ്ചുമായി കോടതി ചെല്ലുമ്പോൾ കോടതി ഇതങ്ങ് അപ്ഹോൾഡ് ചെയ്താൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നറിയാമോ? അതിൻ്റെ അപകടം മൊത്തത്തിലുണ്ടാകും. ആ അപകടങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ നിങ്ങൾ ലാഭം കൊയ്യാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ യു പിയിൽ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ബീഹാറിൽ ബുദ്ധിമുട്ടിലാകും ഈ വിഷയം. ഒരുപാട് സ്ഥലങ്ങളിൽ ഹിന്ദു സമുദായം അതിനോട് താല്പര്യം കാണിക്കുന്നില്ല. അവരുടെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ നടത്തട്ടെ എന്ന് ഹിന്ദു സമുദായം പറയും, ക്രിസ്തീയ സമുദായം പറയും, മുസ്ലിം സമുദായം പറയും. അന്യോന്യം മറ്റവരുടെ റിലീജിയസ് റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതാണ് ഇന്ത്യ. അവരുടെ റിലീജിയസ് റൈറ്റ്സിലേക്ക് ഇൻട്രൂഡ് ചെയ്യണമെന്ന് തോന്നുന്നതിനെയാണ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതെങ്കിൽ, അതാണ് നിങ്ങളുടെ നയമെങ്കിൽ അത് ഈ രാജ്യത്തിന് ചേർന്നതല്ല. അത് മാറ്റണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്കൊരു അവകാശം ഹിന്ദു സ്ഥാപനങ്ങളിൽ വേണമെന്ന് ഞാൻ വാദിക്കാൻ പാടില്ല എന്ന് പറയണം ബി ജെ പി പറഞ്ഞിട്ട് ബി ജെ പിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് യുവരാജ് ഗോകുൽ പറയണം. അത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് രാജ്യത്തിന് അന്തസ്സത്ത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മാത്രം എതിർക്കുന്നതാണ്. അല്ലാതെ ഒരു മുസ്ലിം ഇഷ്യൂ ആയിട്ട് ഇതിനെ ടേക്കപ്പ് ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ടേക്കപ്പ് ചെയ്യണം. ഹിന്ദുവായി വരുന്ന ഒരു മനുഷ്യൻ സെക്കുലറായി ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നല്ലൊരു കാര്യം ചെയ്യുന്നെങ്കിൽ നല്ലത്, അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ ഇതുണ്ടാക്കാൻ പോകുന്ന അപകടങ്ങൾ മുസ്ലിമായ ഒരാൾ ഒരു പക്ഷേ ദേവസ്വം ബോർഡിൽ കയറിയിരുന്ന കുറച്ചുകൂടി സുതാര്യതയോടെ ചെയ്യുമെന്നുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. അതുണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റ് ആർട്ടിക്കിൾ 26 വിരുദ്ധമായി പോകുന്നു. ആ വിരുദ്ധമായി പോകുന്നെങ്കിൽ ഞാനതിൽ ആഗ്രഹിക്കാൻ പാടില്ല. അതിനെ നിഷ്പക്ഷമായി ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ സിഇഒയ്ക്ക് ഒരുപാട് അധികാരങ്ങളുണ്ടാണ്. സിഇഒയ്ക്ക് അധികാരം കൊടുക്കുന്നതിൻ്റെ കാരണം ഡേ ടു ഡേ പള്ളികളിൽ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടും വിവാഹങ്ങളെ സംബന്ധിച്ചും തലാഖിനെ സംബന്ധിച്ചും മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ഇടപെടേണ്ടി വരും പല സമയത്തും. അങ്ങനെ ഇടപെടേണ്ടി വരുന്ന ഒരാൾക്ക് ആ മതവുമായി ബന്ധപ്പെട്ട ഒരാൾ വേണ്ടേ അതിന് വെക്കാൻ? ആ മതത്തിലെ ആചാരങ്ങളെക്കുറിച്ച് അറിവ് വേണ്ടേ? ഒരു ക്ഷേത്രത്തിലെ ഒരു പൂജയെ സംബന്ധിച്ച് അറിവില്ലാത്ത ഒരാളെ, എന്നെപ്പോലെ ഒരാളെ കൊണ്ടുവന്നാൽ പറ്റുമോ? എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? എന്തിനാണ് നിങ്ങൾ ഈ അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ആ അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതാണ് ഇന്ന് പാർലമെൻറ്റിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ശരിയല്ല. ഒന്നുകിൽ നിങ്ങൾ ഇതിൻ്റെ അപകടം മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഈ രാജ്യത്തെ അപകടത്തിലാക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഡിവൈഡിങ് രാഷ്ട്രീയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ വലിയ പരാജയം നിങ്ങൾക്ക് മുന്നിൽ കാണേണ്ടി വരുമെന്നാണ് ഞാൻ. ഓക്കെ എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷമാണ് ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഏകപക്ഷീയമായി വഖഫ് ഭൂമി എന്ന് വഖഫ് ബോർഡിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് എന്ന്. ശരി, അത് ഒഴിവാക്കാൻ നിയമനിർമ്മാണം നടത്തുന്നതിൽ തെറ്റില്ല. അങ്ങനെ ആർബിട്രറി ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ട, അത് ഒഴിവാക്കാനുള്ള സംവിധാനമാക്കാം. പക്ഷേ വഖഫ് സ്ഥാപനങ്ങളുടെ സിഇഒ ആയിട്ട് മുസ്ലിമേതരരെ നിയമിക്കണമെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ അബ്ദുൾ ഷുക്കൂറിനെയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് മുഹമ്മദ് ബീരാനെയും നിയമിക്കുക എന്നുള്ളത് പോലെയാണ്. എന്തിനാണ് മുസ്ലിം മതസ്ഥരുടെ സ്ഥാപനങ്ങളിൽ ഇതര മതസ്ഥരെ അതിൻ്റെ സിഇഒ ആയിട്ടും അതിൻ്റെ ബോർഡ് അംഗങ്ങളും ഒക്കെ ആക്കി വെക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന പ്രതീതി എന്താണ്? മുസ്ലിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ് നന്നായി പോകുന്ന ഒരു രാജ്യത്തിൽ ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? അഭിലാഷേ, ഈ നറേറ്റീവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പം ഇദ്ദേഹം ശ്രീ മുഹമ്മദ് ഷാ ഇവിടെ വളരെ ഭംഗിയായിട്ട് വേറൊരു തലത്തിൽ പ്രസന്റ് ചെയ്തു. മേൽശാന്തി, ഗുരുവായൂരിൽ മേൽശാന്തിയെ നിയമിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മതസ്ഥർ ഇടപെടുന്ന ഒരു സംവിധാനം. ഇവിടെ നിങ്ങളുടെ പള്ളിയിലെ ആചാരപരമായ കാര്യങ്ങളിലോ അവിടുത്തെ പ്രധാന മൗലവിയോ തീരുമാനിക്കാനോ അല്ലല്ലോ ഇങ്ങനെ ഒരു സമ്മതി വന്നിരിക്കുന്നത്. താങ്കൾക്കും അറിയാം അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം. ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ടുകളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇത്തരത്തിലൊരു കമ്മിറ്റി ഉണ്ടാകുന്നതും ആ കമ്മിറ്റിയുടെ മുമ്പിലേക്ക് ആ കമ്മിറ്റി ഫോം ചെയ്യപ്പെടുന്നത്. കാരണം എന്താണ്? ഈ ലാൻഡുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഇൻസൈഡ് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല, ഔട്ട്സൈഡ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് പരിഹരിക്കപ്പെടണം. അതിനപ്പുറത്ത് നോക്കൂ, ഒരു വഖഫ് സ്ഥാപനത്തിന്റെ ചുമതല, അതിന്റെ തലവൻ, ഒരു വഖഫ് സ്ഥാപനത്തിന്റെ
തലവനായി ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളെ അല്ലേ നിയോഗിക്കേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള യുക്തി വെച്ചിട്ട് ചോദിക്കുകയാണ്. ഒരു മുസ്ലിം മതസ്ഥാപനത്തിന്റെ അതിന്റെ തലവനായി CEO ആയിട്ട് എങ്ങനെയാണ് വേറൊരാൾ വരിക? അതിന്റെ കാര്യം എന്താണ്? അഭിലാഷേ, അതിൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിസ്പ്യൂട്ട് വരുന്നത് കൂടുതലും നോൺ മുസ്ലിംസുമായിട്ടാണ് വരുന്നത്. ഇവരുടെ മാത്രം ബാധ്യതയായിട്ട് മാറുകയാണ് ഞങ്ങൾക്ക് പോയിട്ട് ഇത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഒരു നോൺ മുസ്ലിമിനെ വഖഫ് ബോർഡിന്റെ തലപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്യൂട്ട് ഒക്കെ തീരുവോ? അവർക്ക് അവിടെ സ്പേസ് ഓപ്പൺ ആവുമല്ലേ? നോൺ മുസ്ലിംമാരാണ്, കളക്ടറാണ് അല്ലേ, പിന്നെ ആരാണ്? MP ആണ്. പിന്നെ മാത്രമല്ല, ഇത് അനന്തകാലം നീളുന്ന ഇത് കോടതിയിൽ പോകുന്ന കാര്യമല്ലല്ലോ. അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാവുന്നു, ആ കമ്മിറ്റിയുടെ ആർബിട്രായിട്ടാണ് കളക്ടർ വരുന്നത്. വഖഫ് ബോർഡുകളുടെ അല്ലെങ്കിൽ വഖഫ് സ്ഥാപനങ്ങളുടെ CEO ആയിട്ട് എന്തിനാണ് മുസ്ലിം ഇതരരെ നിയമിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പോ ഒരു ഹിന്ദു മത സ്ഥാപനത്തിന്റെ തലവനായിട്ട് വേറൊരു മതസ്ഥരെ വെക്കാറില്ലല്ലോ, അതിന് കാര്യമില്ലല്ലോ. അഭിലാഷേ, ഇവിടെ ആചാരപരമായ കാര്യങ്ങളുടെ വിഷയമല്ലല്ലോ ഈ പറയുന്നത്. വിഷയം എന്താണ്? ഈ പറയുന്ന ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഡിസ്പ്യൂട്ടുകൾ. രണ്ടുപേരും ഒരു കാര്യത്തിലും കൂടെ ക്ലാരിറ്റി തന്നോട്ടെ. ഇവര് രണ്ടുപേരും കുറച്ച് നേരമായിട്ട് നോൺ മുസ്ലിംസ്, അതായത് മുസ്ലിം അല്ലാത്തവർക്ക് ഭൂമി ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറ്റായിട്ടുള്ള കാര്യമാണ്. വഖഫ് ചെയ്യാൻ പറ്റില്ല. വഖഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രേഖയും ഇല്ലാതെ എന്താണ് ഞങ്ങൾ കൊടുക്കുന്നു കേട്ടോ എന്ന് ഇപ്പൊ എന്താണ് എന്റെ അച്ഛൻ അപ്പൂപ്പന്മാര് പറഞ്ഞിരുന്നു എന്ന് വാക്കാനൊരു സാധനം, അതിനെയാണ് വഖഫ് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ പറ്റില്ല എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ നാളെ വഖഫ് ബോർഡിന് ഒരു ലാൻഡ് ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രേഖ പ്രകാരം കൃത്യമായി അവസാനിപ്പിക്കേണ്ട സമയം ഇതിനോട് ഒരു വാചകത്തിൽ ഇതൊരു ലാൻഡ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് മാത്രം കാണേണ്ട ഒരു കാര്യമാണ് ഒരു വഖഫ് സ്ഥാപനത്തിന്റെ തലപ്പത്തോ അല്ലെങ്കിൽ അതിന്റെ ഭാരവാഹിയോ ഒക്കെ ആയിട്ട് വയ്ക്കുന്നത്. ഇതാ നമ്മൾ സെക്ഷൻ 63 മാത്രം വായിച്ചാൽ മതി. അതായത് പവർ ടു അപ്പോയിന്റ് മുത്തവല്ലി ഇൻ സർട്ടൻ കേസസ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: when there is vacancy in the office of Muttawalli and there is no one to be appointed under the terms of the deed, where the right of any person to act as Muttawalli is disputed, the board may appoint any person to act as Muttawalli. മുത്തവല്ലിയെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ബോർഡാണെന്ന് പറയുകയാണ്. അടുത്തത് സെക്ഷൻ 64, മുത്തവല്ലിയെ റിമൂവ് ചെയ്യേണ്ടത് ബോർഡാണെന്ന് പറയുകയാണ്. ആ മുത്തവല്ലിയെ അപ്പോയിന്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റുന്ന ബോർഡിലാണ് നോൺ മുസ്ലിംസിന് റിസർവേഷൻ കൊടുക്കുന്നത്. ഈ മുത്തവല്ലിയാണ് ഈ ലാൻഡ് സർവേ എത്തേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് മുത്തവല്ലിയുടെ അല്ല നിങ്ങളുടെ ആചാരപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ആൾക്കാരെ നിയമിക്കുവാൻ വേണ്ടിയിട്ടല്ലോ വരുന്നത്. മുത്തവല്ലി ആരാണ്? നിങ്ങൾ ഈ പേരൊക്കെ പറയുമ്പോൾ പൊതുജനം തെറ്റിദ്ധരിക്കപ്പെടും. സർവേ ചെയ്യേണ്ട മുത്തവല്ലി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയുന്നത്. തീരുമാനിക്കേണ്ടത് മലയാളത്തിൽ കുത്തുബ പറയണോ, മലയാളത്തിൽ കുത്തുബ പറയണോ, അറബിയിൽ കുത്തുബ പറയണോ എന്ന് തീരുമാനിക്കുന്നത് മുത്തവല്ലിയാണ്. ശരി, ഓക്കെ. വളരെ നന്ദി മൂന്ന് പേർക്കും. എന്തായാലും JPCക്ക് വിട്ടത് കൊണ്ട് ഒരുപാട് ചർച്ചകളിലേക്ക് പോവില്ല ഈ വിഷയം എന്ന് വിചാരിക്കാം. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.